ഓം ശാന്തി. ഇപ്പം എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടാണല്ലോ. എക്സാം കഴിഞ്ഞില്ലേ? ഞാനും വളരെ റിലാക്സ്ഡ് ഫീൽ ചെയ്യാണ്. ഓക്കെ. സോ കുറേ പേര് ഇന്ന് റിയൽ BK ബ്രാഹ്മൺ സ്റ്റുഡൻറ്റ് ലൈഫ് അനുഭവം ചെയ്തിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ കുറേ കൊല്ലമായിട്ട് എക്സാം ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ എനിക്കൊരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു. ലക്ഷ്മി ബെൻജി എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞു, ഗിരീഷ് ഭായ്, ഹിന്ദി മുരളി ഞാൻ നിങ്ങൾക്ക് തരാം, അത് നിങ്ങൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു, ദൈവമേ രക്ഷപ്പെട്ടു. പക്ഷേ അതിലൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് മലയാളം അറിയില്ല, ഞാനെങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക? അതുകൊണ്ട് പിന്നെ എക്സാം എഴുതേണ്ടി വന്നു. അപ്പോൾ ആ എക്സാം എഴുതാൻ നമ്മളൊരു മേ ബി ബൈ I think 12 o'clock, 1 o'clock, 12:30 മുതൽ നമ്മൾ പഠിക്കാൻ തുടങ്ങി. എത്ര ടെൻഷൻ ഉണ്ടായിരുന്നു ദൈവമേ. സ്വാമി ഭായിൻ്റെ ഇന്നത്തെ പുരുഷാർത്ഥം കുറച്ചും കൂടി ശ്രേഷ്ഠമാവണം. ഇന്നലത്തെ ബ്രദറിൻ്റെ ക്ലാസ്, മൻ കി സ്ഥിതി, പിന്നെ ഡെഡ് സൈലൻസ് പ്രിയ സിസ്റ്റർ പറയുമ്പോൾ അന്ന് ഓർമ്മ വന്ന ദൈവമേ ഇന്ന് ചെയ്യണമായിരുന്നു. ഡെഡ് സൈലൻസും സ്വീറ്റ് സൈലൻസും പിന്നെ സകാശും വർദ്ധാൻ സ്ലോഗൻ മൻ തൻ ധൻ സംബന്ധ്. ശരിയാന്നല്ലോ പറയുന്നത്? എത്ര ഫോക്കസ്ഡ് ആയിരുന്നു. ഗിരീഷ് ഭായിൻ്റെ ഉറക്കവും പോയി. ചില പേർക്ക് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വപ്നത്തിലും വർദ്ധാനും പിന്നെ എക്സാമും. കുറച്ച് പേർക്ക് ഭക്ഷണം പോയിട്ടുണ്ടാവില്ല. എന്താ വെച്ചാൽ നമുക്ക് നമ്മളുടെ മാൻഷ നാളെ റിസൾട്ട് വരും, അപ്പം മനസ്സിലാവുമല്ലോ. സോ ബ്രാഹ്മൺ ജീവൻ്റെ മഹത്വം, അതിൻ്റെ കൂടെ ആ മഹത്വം അറിഞ്ഞിട്ട് അതിനെ എങ്ങനെ ജീവിക്കണം അതുപോലും അറിയണം. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ബ്രാഹ്മൺ ജീവൻ വളരെ ശ്രേഷ്ഠമാണ്, ദൈവം ഭഗവാൻ സ്വയം ശിവ് ബാബ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ഡയറക്റ്റ് കണക്ഷനാണ്, ഡയറക്റ്റ് സന്താനാണ്, ഡയറക്റ്റ് സ്റ്റുഡൻ്റാണ്, വരദാനം കിട്ടുന്നുണ്ട്, ദാറ്റ്സ് ഓൾ ഓക്കെ. പക്ഷെ 24 hours ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? അതുകൊണ്ട് ബ്രാഹ്മണ ജീവൻ, ട്രൂ സച്ച ബ്രാഹ്മണ കുട്ടി ശിവബാബൻ്റെ കണ്ണിൽ, ടീച്ചറിൻ്റെ കണ്ണിലാണോ ഗിരീഷ് ഭായിൻ്റെ കണ്ണിലാണോ മധുബൻ, അത് നമുക്ക് കുറച്ച് സൈഡിൽ വെക്കാം. ശിവബാബ ഏത് കുട്ടീനാണ് സച്ചാ ബ്രാഹ്മൺ പറയുന്നത്? അവരുടെ രാവിലെ എണീക്കുന്ന മുതൽ രാത്രി കടന്നുറങ്ങുന്ന വരെ എല്ലാ കാര്യം അതിൽ അറ്റൻഷൻ ഉണ്ടാവണം. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ BKs ആൻഡ് നോൺ BKs. അതാണ് നമ്പർ 1 കാര്യം നമ്മൾ അറിയേണ്ടത്. ഈ ഭട്ടീൻ്റെ ഒരു ഉദ്ദേശ്യം, മേ ബി എനിക്കറിയില്ല, ഒരു ഉദ്ദേശ്യം നമ്മളെല്ലാവർക്കും ഈ 3 ദിവസം 24 hours എപ്പോഴാണ് എണീക്കേണ്ടത്, എങ്ങനെയാണ് എണീക്കേണ്ടത്, ഏത് സ്വമാനം വെച്ച് എണീക്കണം, 24 hours എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. ഇതേ കാര്യം ഭട്ടി നമ്മൾ വീട്ടിൽ ഓൺലൈനിൽ ചെയ്യുമ്പം ആ സ്ഥിതി, ആ എക്സ്പീരിയൻസ്, ആ അനുഭൂതി കിട്ടൂല. അവിടുത്തെ വൈബ്രേഷൻ, അവിടുത്തെ ദിനചര്യ, അവിടുത്തെ കാര്യങ്ങൾ അവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ സെപ്പറേറ്റ് ഐസൊലേഷൻ. ഇപ്പം കൊറോണ വന്ന സ്ഥിതിക്ക് ക്വാറന്റൈൻ ഭയങ്കര നോർമൽ വേർഡായി. പണ്ടൊന്നും ആർക്കും ഈ വേർഡ് അറിയില്ല, വാട്ട് ഈസ് ക്വാറന്റൈൻ. ആക്ച്വലി ബ്രാഹ്മൺ പറഞ്ഞാൽ തന്നെ നമ്മൾ ക്വാറന്റൈനുള്ള സ്ഥിതിയിലിരിക്കണം. നത്തിങ് ഷുഡ് എഫക്റ്റ് അസ്. അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. ഈ കാര്യങ്ങൾ പറയുന്നത് ആരാന്ന് അതുകൂടി മനസ്സിൽ വെച്ചിട്ട് നമ്മളത് ഫോളോ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഗിരീഷ് ഭായിക്ക് ശരീരത്തിൻ്റെ എന്തെങ്കിലും വ്യാധി, അസുഖം വന്നു ആർക്കെങ്കിലും. ഫോർ എക്സാമ്പിൾ, അസുഖം വന്നാൽ സപ്പോസ് ഇറ്റ്സ് എ നോർമൽ പേഴ്സൺ, നോൺ BK, പുറത്തുള്ള
വ്യക്തിക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തോട്ട്, ഫസ്റ്റ് സങ്കല്പം ഏതിൻ്റെ പ്രത്യായിരിക്കും? ആരിൻ്റെ പ്രത്യായിരിക്കും? ആരാ കാണേണ്ടത്? അസുഖം വന്നാൽ ഡോക്ടറെ കാണണം. എന്താ വെച്ചാൽ ഡോക്ടറാണ് അതിൻ്റെ എക്സ്പേർട്ട്. അവരെന്നെ ഈ അസുഖത്തിൽ നിന്ന് മാറ്റി, പെയിൻ ഡിസ്കംഫർട്ടിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മീൻസ് ഇഫ് യു ക്യാൻ സ്പീക്ക് ഇറ്റ് വിൽ ബി ബെറ്റർ. മനുഷ്യ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം എന്താണ്? അതാണ് നമ്മളെ മെയിൻ എന്താ പറയുക ഫോക്കൽ പോയിന്റ്. ഇതിൻ്റെ സ്റ്റാൻഡില്ലേ അതുമാതിരി അതായത് അതിൻ്റെ ബേസ് ആയിരിക്കണം. ഇനി ബി കെ നോൺ ബി കെ ഏത് മനുഷ്യൻ, ക്രിസ്ത്യാനി ആയാലും ശരി, ഇന്ത്യൻ ആയാലും ശരി, ഫീമെയിൽ ആയാലും മെയിൽ ആയാലും, റിച്ച് പുവർ, എഡ്യൂക്കേറ്റഡ് നോൺ എഡ്യൂക്കേറ്റഡ്, ഇന്ത്യൻ അമേരിക്കൻ മലയാളി തമിഴിയൻ, ആരായാലും ശരി, മനുഷ്യ ജീവൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് പർപ്പസ് ഓഫ് ലൈഫ് വളരെ സിമ്പിൾ, സമയമില്ല, വളരെ സിമ്പിളായിട്ട് പറയുക, അതാണ് ലൈഫിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇത് സൈക്കോളജിസ്റ്റ് പറയുന്ന ഡെഫിനിഷനാണ്. ഈ ലോകത്തെ ഏറ്റവും നല്ല സൈക്കോളജിസ്റ്റ് ശിവ് ബാബയാണ്. അൺകമ്പയറബിൾ ആണ്. ശിവ് ബാബ മാതിരി ഇന്ന് ബാബ പറഞ്ഞു ഞാൻ ആരാണ്? താങ്ക് ഗോഡ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഒരു 2 മാർക്സ് ഗ്യാരണ്ടി ആയിരുന്നു, കുറച്ച് ഈസി ആയിരുന്നു. ശിവ് ബാബ സർജനും ആണ്, എഞ്ചിനീയറും ആണ്, ജഡ്ജും ആണ്, വക്കീലും ആണ്. പക്ഷെ ലക്ഷ്മി സിസ്റ്റർക്ക് അറിയാം ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ചോദിച്ചിട്ടില്ല. സോ ഇന്ന് ബാബ അങ്ങനെ ടൈറ്റിൽ കൊടുത്തു ശിവ് ബാബക്ക്. അങ്ങനെ നമ്മളോട് ബാക്കിയവർക്ക് അനുഭവം കിട്ടണം. സോ ശിവ് ബാബ ഇസ് ദ ബെസ്റ്റ് സൈക്കോളജിസ്റ്റ്. സോ മാനവ ജീവിതത്തിൻ്റെ ബേസിക് പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ് എന്നാണ് ലൈഫ്. മനുഷ്യ ജീവിതം ഈസ് എൻ എക്സ്പീരിയൻസ്, അതൊരു അനുഭൂതിയാണ്. വെരി സിമ്പിൾ. കുറേ പേര് കുറേ സമ്പാദ്യം, വീട്, പ്രശസ്തി ഇതെല്ലാം ആക്കിയിട്ട് ലാസ്റ്റ് ടൈമിൽ അവർ മിസ്സാവുന്നുണ്ട്. എന്താ വെച്ചാൽ ജീവിതകാലം മൊത്തം എന്ത് അനുഭവിച്ചു, അവിടെ വന്നിട്ട് അവർക്ക് ഇതെല്ലാം വ്യർത്ഥമായിട്ട് തോന്നുന്നുണ്ട്. കുറേ സമ്പാദ്യം, വീട്, റിലേഷൻഷിപ്പ്, ബിക്കോസ് എവ്രിതിങ് എല്ലാം വിൽ ഗോ ടു ദാറ്റ് വൺ പോയിന്റ്. ആ വൺ പോയിന്റ് ആണ് ഞാൻ എന്താ അനുഭവം ചെയ്യുന്നത് ഇവിടെ. നീ ജോലി ചെയ്തിട്ടും സമർപ്പിതായിട്ടും ബ്രഹ്മകുമാരനായിട്ടും ഇല്ലെങ്കിൽ വാട്ട് എവർ, ഇറ്റ്സ് എവറിബഡീസ് ചോയ്സ്. വാട്ട് ആം ഐ എക്സ്പീരിയൻസിങ്? സ്റ്റുഡൻ്റ് ആയാലും ശരി, ബി കെ സ്റ്റുഡൻ്റ് ആയാലും ശരി, അമ്മയായാലും ശരി, അച്ഛനായാലും ശരി, കുമാറായാലും ശരി, വാട്ട് എവർ, വാട്ട് ഈസ് ദി എക്സ്പീരിയൻസ്? ബാബേൻ്റെ നോളേജിൽ എല്ലാവരും പഠിക്കും. നിങ്ങൾ ബാബേൻ്റെ കുട്ടിയായിട്ട് എന്ത് അനുഭവം? ഒരു ക്രിക്കറ്റർ ഇപ്പം ഓസ്ട്രേലിയയിൽ പോയിട്ട് കളിച്ച് വന്നിട്ട് നമ്മളവിടെ ജയിച്ച് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ അവിടെ എന്ത് അനുഭവം? ഹൗ ഡിഡ് യു വിൻ ദി മാച്ച് ഫോർ ഇന്ത്യ? വാട്ട് ഡിഡ് യു എക്സ്പീരിയൻസ്? ഹൗ ആർ യു? നമ്മൾ കളിക്കുമ്പം 2 വിക്കറ്റേ ഉള്ളൂ, ജയിക്കണം പറ്റൂല, ഓസ്ട്രേലിയൻ്റെ അകത്ത് ആ സമയം നിങ്ങളുടെ മനസ്സിൽ എന്ത് എക്സ്പീരിയൻസ്? അത് ജയിച്ച് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. സോ എവറിഥിങ് ഈസ് എൻ എക്സ്പീരിയൻസ്. പേടിയായിരുന്നോ ഇല്ലെങ്കിൽ ശക്തിയായിട്ട് നിങ്ങൾ ഫേസ് ചെയ്തിട്ട് ഇന്ത്യനെ ജയം നേടിപ്പിച്ചോ, ഇറ്റ്സ് ജസ്റ്റ് എൻ എക്സ്പീരിയൻസ്. ഇറ്റ്സ് എവറിഥിങ് ഈസ് ഇൻ ദ മൈൻഡ്. ഞാൻ എന്താ എക്സ്പീരിയൻസ്? സോ ഇൻ സിമ്പിൾ ടേംസ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് സുഖം, ശാന്തി, ആനന്ദ്, പ്രേം, പവിത്രത, ജ്ഞാന, ശക്തി. ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരംധാമൻ ഇങ്ങോട്ട് വന്നത്. അത് 2500 കൊല്ലം ഞാൻ അനുഭവം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്രശ്നം വന്നു. ഐ മീൻ ദാറ്റ്സ് ദ ഹോൾ ഗെയിം. 84 ബർത്തിൻ്റെ മാനവ ജീവൻ ആദി മധ്യ അന്തത്തിൻ്റെ ഡ്രാമ ഇതന്നെയാണ്. ഇതാണ് കളി. ഞാൻ അനുഭവിച്ചു 50% ഞാൻ അനുഭവിച്ചു. റിമൈനിങ് 50% കുറച്ച് പ്രശ്നമായി. സോ ലാസ്റ്റ് സമയം വന്നപ്പം ആത്മാവ്, ശരീരത്തിന് പ്രശ്നം വന്നിട്ട് ഞാൻ ഡോക്ടറെ, ഏത് ഡോക്ടറാണ് സിസ്റ്ററെ കാണണ്ടേ, ഏതാണ് എക്സ്പേർട്ട്, കണ്ണൂരിൽ ഇല്ലെങ്കിൽ മൈസൂരിൽ? എനിക്ക് ഇവിടെ വേദന, 2-3 ഡോക്ടറെ കാണിച്ചു, എല്ലാം ടെസ്റ്റ് ചെയ്തു, പക്ഷെ വേദന മാറുന്നില്ല. സോ നൗ ഐ ആം ഫൈൻഡിങ് ദ ബെസ്റ്റ് ഡോക്ടർ, ആരാ എന്നെ ഈ പെയിനിൽ നിന്ന് ഫ്രീ ആക്കാൻ പറ്റുമോ. അതുമാതിരി നമ്മൾ കുറേ അലഞ്ഞു. കറക്റ്റ് മലയാളം?
ഭക്തി, സ്വാമിയെ ശരണമയ്യപ്പ, അല്ല കുഴപ്പമില്ല, ദുഃഖഹർത്ത, സുഖർത്ത, ഗണപതി, പിന്നെ ദേവി, അങ്ങനെ കുറേ. പിന്നെ ഗുരു, ജപ്പ്, തപ്പ്, കറം, കാണ്ട്. ചിലപ്പം ഈ ജന്മത്ത് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ ശരിക്കും ലാസ്റ്റ് 63 ജന്മം കൽപ്പത്തിൽ ഏറ്റവും അധികം ഭക്തി നമ്മൾ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഭഗവാൻ കിട്ടിയത്. അങ്ങനെ കുറേ തേടി. സോ ഫൈനലി നമുക്ക് കറക്റ്റ് സർജൻ്റെ കോണ്ടാക്റ്റ് കിട്ടി. അപ്പം സർജനോട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥൂല ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ ഡോക്ടറോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഡോക്ടർ എന്താ ചെയ്യുക? നിങ്ങൾ സൈലൻസ് കുറച്ച് ബ്രേക്ക്, സിസ്റ്റർ ബ്രേക്ക് ചെയ്യുക. എല്ലാവരും സംസാരിക്കുന്നു. അല്ല, ക്ലാസ്സിൽ മോനെ അറ്റ്ലീസ്റ്റ് ആയിക്കൂടെ? അല്ല, ഞാൻ വിചാരിച്ച ക്ലാസ്സിൽ വന്നിട്ടാണ് മോന് പുറത്ത് നമുക്ക് നോർമൽ ആവല്ലോ. അല്ല, പുറത്ത് കണ്ണൂരുകാരൻ്റെ എല്ലാം കാര്യം നല്ലത് തന്നെയല്ലേ. എനിവേ, സോ ഇഫ് യു വോണ്ട് യു ക്യാൻ സ്പീക്ക്. സോ വാട്ട് വിൽ എ ഡോക്ടർ ഡു? ഡോക്ടറിൻ്റെ അടുത്ത് പോയി, ഡോക്ടർ ഇവിടെ വേദന അവിടെ വേദന പറഞ്ഞാൽ, ഈ പ്രശ്നം പറഞ്ഞാൽ ഡോക്ടർ എന്താ ചെയ്യുക? ECG. ഓ മൈ ഗോഡ്, ഇവിടെ വേദന സിസ്റ്റർ, ഹാർട്ട് ഇവിടെയാണ്. അപ്പം ECG. അച്ഛാ സോറി. വെരി ഗുഡ്, സിമ്പിൾ. ഡോക്ടർ ഫസ്റ്റ് പരിശോധന ചെയ്യും, എക്സാമിനേഷൻ ചെയ്യും. ചില പേര് കുട്ടികൾ പറഞ്ഞിട്ട് മരുന്ന് എഴുതും. ഏത് മരുന്നാണ് എഴുതണ്ടേ, ഏത് അസുഖത്തിനാണ് മരുന്നത് ആ ഡോക്ടറിന് അറിയണം. ഡയഗ്നോസിസ് കറക്റ്റ് ആയിരിക്കണം. അപ്പം ഡോക്ടർ എങ്ങനെയാണ് എക്സാമിനേഷൻ ചെയ്യാം? ബ്രദർ ഫസ്റ്റ് കാര്യം ശരിക്കും പറഞ്ഞു, അത് പൾസ്. ഇല്ലെങ്കിൽ ആയുർവേദിക് ഡോക്ടർ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ചില ഡോക്ടർ നാഡി പരിശോധിക്കും. നമ്പർ 1. നമ്പർ 2, എങ്ങനെയാണ് എക്സാമിനേഷൻ ചെയ്യാം? വണ്ടർഫുൾ സ്വാമി ഭായി, ഫസ്റ്റ് റോ ഇൻ്റലിജൻറ്റാ. അതിൽ ഞാനും ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ. സോ സെക്കൻഡ് ഈസ് ഡോക്ടർ നാവ് എന്താ? ഓക്കെ, കറക്റ്റ്. അത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ടീക്കെ. സോ രണ്ടാമത്തെ കാര്യം, സ്വാമി ഭായി പറയുന്നിട്ട് 4 മാർക്സ് കിട്ടുമ്പോൾ മനസ്സിലാവും ഗിരീഷ് ഭായ് എത്ര ഇൻ്റലിജൻ്റ് ആണ്. കറക്റ്റ്, കുഴപ്പമില്ല. സി, ആ എക്സാം ഇസ് നോട്ട് ഫോർ മാർക്സ്. ദി എക്സാമിനേഷൻ്റെ ഒബ്ജക്റ്റീവായിരുന്നു എങ്ങനെ മുരളി പഠിക്കണം, എങ്ങനെ മുരളി ഓർമ്മ വെക്കണം. പക്ഷെ ആ മുരളി നാളെയും ഓർമ്മ ഉണ്ടാവണം. ഇന്നലത്തെ വരദാനം ഓർമ്മയുണ്ടോ? ഇന്നത്തെ വരദാൻ ബൈ ഹാർട്ടാണ്. 6 മാർക്സ് കൺഫേംഡ് സിസ്റ്റർ. എന്താ വെച്ചാൽ വരദാൻ. ക്യോക്കി മാർക്സ് നമ്മൾ ഇന്ന് പഠിച്ചത് സ്ഥൂല സ്കൂൾ കോളേജിൽ പഠിക്കുന്ന മാതിരിയാണ് പഠിച്ചത്. അവിടെ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എക്സാം ചെയ്ത് മറന്നു. പിന്നെ ചില കുട്ടികൾ ടീച്ചർ പിന്നെ അടുത്ത പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ടീച്ചറോട് സ്റ്റുഡൻറ്റ് പറയും, ടീച്ചർ എക്സാം എല്ലാം കഴിഞ്ഞില്ലേ, ഇനി ചോദിച്ചിട്ട് എന്താ കാര്യം? എക്സാം വരെ. പക്ഷേ ജീവിതത്തിൻ്റെ എക്സാം നമ്മൾ പഠിക്കുന്നില്ല ശരിക്കും. എല്ലാ ദിവസം കേൾക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്, ഫിനിഷ്. പക്ഷെ എക്സാം എടുക്കുന്നില്ല. ആ റിയൽ ലൈഫിൽ എക്സാം വരുമ്പം ഇതൊന്നും ഓർമ്മയില്ല. ഇന്നെന്തിനും ഓർമ്മയുണ്ട്? എന്തുകൊണ്ട്? ദീദി നമ്മളോട് പറഞ്ഞു, യു വിൽ ഹാവ് ടു റൈറ്റ് ഇറ്റ്. ഒരു സ്ഥൂലമായ എക്സാമിനേഷൻ. അതുകൊണ്ട് നമുക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട് സ്ഥിതിക്ക് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവിടെ ഞാനിത് സ്മൃതി വെച്ചിട്ട് അത് യൂസ് ചെയ്യാം. ഈ കണക്ഷൻ സ്മൃതി ആൻഡ് അപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. സോ നാവ് പുറത്താക്കിയിട്ട് ദ ഡോക്ടർ വിൽ സീ ദ ടങ്, ദ കളർ, ദ മേക്ക്, ദ ഷേപ്പ് ആൻഡ് വിൽ ഒരു ഡയഗ്നോസിസിലെത്തും. മൂന്നാമത്തെ, ഹൗ വിൽ ദ ഡോക്ടർ ഡയഗ്നോസ്? കണ്ണ് നോക്കും. വണ്ടർഫുൾ. ഫോർത്ത്, ഹൗ വിൽ ദ ഡോക്ടർ എക്സാമിൻ? പണ്ട് കാലത്തിൽ BP ഒന്നും മെഷീനില്ല. അപ്പോൾ സ്റ്റെത്തസ്കോപ്പ് വെച്ചിട്ട് നിങ്ങളുടെ ശ്വാസത്തിൻ്റെ ഫ്ലോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒച്ച എല്ലാം കേട്ടിട്ട് ദ ഡോക്ടർ ക്യാൻ കം ടു എ കൺക്ലൂഷൻ. കറക്റ്റ്? ബൈ ആൻഡ് ലാർജ്. അധികം ഇൻസ്ട്രുമെൻ്റ് ഇല്ലാത്തത്. അപ്പം ഈ സംഗം യുഗത്തിൻ്റെ നമ്മൾ ജ്ഞാനിലെടുക്കുന്ന മുമ്പേ നമ്മളും കുറേ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അലഞ്ഞു. ആത്മാവക്ക് ഭയങ്കര ദുഃഖം, അശാന്തി, ചിന്ത, പേടി, എന്താ ചെയ്യണ്ട, മനസ്സിന് ശാന്തി ഇല്ല. അങ്ങനെ ശിവബാബുവിന് കിട്ടി, സർജൻ, ടോപ്പ് സർജൻ്റെ ഇൻഫർമേഷൻ കിട്ടി. അപ്പം നമ്മൾ പേഴ്സണൽ അപ്പോയിൻമെൻറ്റ് വെച്ചു. ടീക്കേ. ഈ സിസ്റ്റേഴ്സ് ആയിരുന്നു ബീച്ചിൻ്റെ മീഡിയേറ്റർ.
അപ്പം ഞാൻ ശിവബാബയോട് പറഞ്ഞു, ശിവബാബ എനിക്ക് ഭയങ്കര ദുഃഖം അശാന്തി ഇതുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യാം. അപ്പം ശിവബാബ ഗിരീഷ് ഭായിൻ്റെ ആത്മാവിനെ ചെക്ക് ചെയ്യും. നിങ്ങളതെല്ലാം നിങ്ങളുടെ റിലേറ്റ് ചെയ്യണേ. ശിവബാബ ഗിരീഷ് ഭായിയോട് പറഞ്ഞു, കണ്ണ് കണ്ടിട്ട്, നിങ്ങളുടെ ദൃഷ്ടി കുറച്ച് പ്രശ്നമാണല്ലോ, ശരിയല്ല. രണ്ടാമത്തത് സ്റ്റെത്തസ്കോപ്പ് വെച്ചിട്ട് ഹൃദയം നോക്കി, അയ്യോ എല്ലാ കാര്യത്തിലും സ്വാർത്ഥമാണ്. ഞാൻ ആരെ സ്നേഹിക്കണം, അതിൻ്റെ ആധാരം അവർ തിരിച്ച് സ്നേഹിക്കാൻ പറ്റുമോ, അപ്പോഴാണ് ഞാൻ സ്നേഹിക്കുക. സഹായം ആർക്കെങ്കിലും ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ നാളെ അവർക്ക് സ്ഥിതി എനിക്ക് തിരിച്ച് സഹായിക്കാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. അവരുടെ അടുത്ത് ഒന്നും ഇല്ലെങ്കിൽ ഞാനും സഹായിക്കാൻ കുറച്ച് ഡിലേ ചെയ്യും, ഇല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യില്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറയും. സോ എവ്രിതിങ് വാസ് സ്വാർത്ഥവശ്, നിസ്വാർത്ഥില്ല, ഭാവന സ്വാർത്ഥവശ്. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് തീറ്റി, അതൊരു കണ്ണൂർ സ്ലാങ്ങായി പോയി, ഭക്ഷണം. രണ്ടാമത്തെ ബോൽ, നമ്മളുടെ ശബ്ദങ്ങൾ. എത്ര കട്ടുവച്ചൻ, ദേഷ്യം വന്നു വായിന്ന് ടക്കെന്ന് വീണു, ഒരേ ടെൻഷനും ഇല്ല. അതുകൊണ്ട് സംബന്ധം ഗഡ്ബഡ് ഹോത്ത, അത് അതിൽ പ്രശ്നമാവുന്നുണ്ട്. അതല്ലേ നമ്മൾ അവിടെ നിന്നല്ലേ നമ്മൾ മുക്തി വേണ്ട. മനഃശാന്തി ഭാര്യയോട്, കുട്ടികളോട്, അയൽവക്കക്കാരോട്, ഓഫീസ് സംബന്ധം, അവിടെയല്ലേ പ്രശ്നം വരുന്നത്. അതുകൊണ്ടല്ലേ ദുഃഖം വന്നത്. സത്യുഗത്തിൽ അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. സോ മൈ ടങ് വാസ് വെരി ബിറ്റർ. അപ്പോൾ ശിവബാബ അത് നോക്കിയിട്ട് പറഞ്ഞു കുറച്ച് പ്രശ്നമാണ്. പിന്നെ നാഡി, കർമ്മം ശ്രേഷ്ഠ കർമ്മ കർണേ വാലേ അഭി സബ് ഉൾട്ടാ കർമ്മ. എല്ലാം തിരിച്ച് മറിച്ചിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം എടുത്തിട്ട് ആ ഡോക്ടർ ഗിരീഷ് ഭായിന്റെ നാവും കണ്ണും ഇതെല്ലാം നോക്കിയിട്ട്, പേരെന്താ, ഗിരീഷ്, എത്ര വയസ്സ്, മെയിൽ, 47 എഴുതി. അപ്പോൾ RX അവിടെ എഴുതി. വൈറൽ ഫീവർ ഇതെല്ലാം നോക്കിയിട്ട്, വൈറൽ ഫീവർ വിത്ത് ലിറ്റിൽ ബോഡി പെയിൻ, കഫ്, കോൾഡ്, അതാണ് ഡയഗ്നോസിസ്. ശിവബാബ ഗിരീഷ് ഭായിൻ്റെ ആത്മചിത്രം, ശരിയാണോ, ആത്മചിത്രം എടുത്തിട്ട് ടക്ക് ബിന്ദി, ശരീരത്തിൻ്റെ പേര് ഗിരീഷ്. ഡയഗ്നോസിസോ എന്താണ്? ആത്മാക്ക് അസുഖം. മൈ ഗോഡ്, സ്വാമി ഭായ് സൂപ്പർ ഇന്റലിജന്റ്. ഒന്നൊന്നുമല്ല, 5 പറയുന്നത്. ഒന്നായിട്ട് 5 പ്രോബ്ലം. ഹാർട്ടും പോയി, കിഡ്നിയും പോയി. എപ്പോ ഡയറക്റ്റ് ICUവിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള പരിപാടി പറയുന്ന സ്വാമി ഭായ് പറഞ്ഞു 5 വികാരങ്ങൾ. 5 അല്ല 10. പിന്നെ അതിന് കുറേ കുട്ടികളും ഉണ്ട്. അപ്പം ക്വസ്റ്റ്യൻ, 1 വേർഡ് ആൻസർ, 2 മാർക്സ്. 1 വേർഡിൽ ഉത്തരം പറയും. വാട്ട് ഈസ് ദി ബിമാരി, അസുഖം, സോളിൻ്റെ അസുഖം. ഈ പറഞ്ഞില്ല പർപ്പസ്, സദാ സുഖ ശാന്തി ആനന്ദ്, അത് അനുഭവിക്കാൻ പറ്റുന്നില്ല, വിടുന്നില്ല ഈ അസുഖം. ആ അസുഖത്തിൻ്റെ പേരാണ്, 2 പേരുണ്ട്. ഒന്നാണ് ദേഹഭാൻ, രണ്ടാമത്തെയാണ് ദേഹ അഭിമാൻ. ഇതാണ് പ്രശ്നം. പറയാൻ വളരെ ഈസിയാണ്, പക്ഷെ അതാണ് മെയിൻ പ്രോബ്ലം. ബ്രഹ്മ ബാബ, മമ്മ, ദാദിയ, ഇന്ന് നിങ്ങൾ എത്ര അനുഭവം കേട്ടു. അവരെല്ലാം പുരുഷാർത്ഥ, ഫോക്കസ്ഡ് ഓൺ ഓൺലി 1 വേർഡ്. എത്രമാത്രം ആത്മാഭിമാനിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം വട്ടി. അതിൽ അശരീരി ആവാ, മൻകി സ്ഥിതി ആവാ, സ്വാമി ഭായ് എന്നുള്ള കോൺസെൻട്രേഷൻ, മൻ, ബുദ്ധി, അതിന് ഭയങ്കര വിസ്താരമുണ്ട്. പക്ഷെ സൂക്ഷ്മം നോക്കിയാൽ പ്രശ്നം ഈസ് ദേഹഭാൻ / ദേഹ അഭിമാൻ. ഓക്കെ, ഡോക്ടർ എഴുതി പ്രശ്നം, അസുഖത്തിൻ്റെ പേരാണ് ദേഹഭാൻ, ദേഹാഭിമാൻ. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്താ ചെയ്യണ്ടേ? ഡോക്ടർ പറഞ്ഞു അത്ര പ്രശ്നമൊന്നുമല്ല. ആ ഡോക്ടറെ, അത്ര ജനറൽ പ്രാക്ടീഷണർ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, ഞാൻ മരുന്ന് എഴുതി തരാം. ഈ ചുവപ്പ് ഗുളിക 3 നേരം, ഈ വൈറ്റ് ഗുളിക രാവിലെയും രാത്രിയും, പിന്നെ ഒരു ടോണിക്കും, പിന്നെ SOS ഒരു ബ്ലൂ കളറിൻ്റെ ഗുളിക. ഭയങ്കര അധികം വേദന, തലവേദന, അസുഖം ഉണ്ടെങ്കിൽ ഇതെടുത്ത് കഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞു താങ്ക് യു ഡോക്ടർ. അത്ര ഈസി അല്ലേ? ശിവബാബ ആരാണ്? സുപ്രീം സർജൻ.
സുപ്രീം സർജനും ഒരു ലൈനിൽ പറയുന്നുണ്ട്, മക്കളെ, കുട്ടികളെ, സന്താനം, കുട്ടി, പ്ലീസ് ഹാവ് ദിസ് മെഡിസിൻ. ഈ മരുന്ന് കഴിച്ചാൽ അസുഖം മാറും. നൗ ക്വസ്റ്റ്യൻ ഇസ്, കൈ റേസ് ആക്കണേ, ഇങ്ങനെ പറയാൻ പാടില്ല. മെഡിസിൻ്റെ പേര് പറ. ശിവബാബ വന്നിട്ട് ഞാൻ കുട്ടികൾക്ക് മെഡിസിൻ തന്നു. ഈ മെഡിസിൻ കഴിച്ചിട്ടില്ലെങ്കിൽ അസുഖം മാറത്തില്ല. മെഡിസിൻ കഴിക്കണം. എന്താ വെച്ചാൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ മെഡിസിൻ? സിമ്പിൾ ടേംസ്, സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. മെഡിസിൻ ഈസ് മെഡിറ്റേഷൻ. എനിക്ക് കുറച്ച് ഇടുപ്പ് വേദനൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഡൽഹിയിലുണ്ടായിരുന്നു. കുറേ വേദനയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ പ്രോഗ്രാം ഓൾറെഡി സെറ്റ് ചെയ്തു. പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വേദന എടുത്തിട്ട് തന്നെയാണ് ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ സിസ്റ്റർ എല്ലാവരുടെ മുമ്പിൽ തന്നെ പറഞ്ഞു, ഈ ഗിരീഷ് ഭായിക്കോ ദേഖോ, എത്ര വേദനയുണ്ട്, മുഖം കണ്ടാലൊന്നും തോന്നുന്നില്ല, ശരിയായിട്ട് വേദന ഉണ്ടോ ഇല്ലയോ അതും കൂടി മനസ്സിലാവുന്നില്ല. പക്ഷേ എനിക്ക് വേദന അനുഭവം ചെയ്യുന്നുണ്ട്. പക്ഷേ സിസ്റ്റർ പറഞ്ഞു, നോക്ക് എത്ര സന്തോഷത്തിലാണ്, ചിരിച്ചുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്, ഭയങ്കര ത്യാഗി തപസ്വി എല്ലാമാണ്. അപ്പം നമ്മുടെ BK ഫാമിലിയിൽ കുറേ സ്നേഹമുണ്ടല്ലോ. അപ്പം വിശേഷ മാതകൾക്ക് കുറച്ചും കൂടി അധികം സ്നേഹമാണ്. അങ്ങനെയാണ്. ബ്രദേഴ്സിനുണ്ട്, പക്ഷെ അവർ കുറച്ച് ബുദ്ധി അധികം യൂസ് ചെയ്യും, സ്നേഹം കുറച്ച് നമ്പർ 2. അപ്പം മാതാകൾ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് ഈ ഡോക്ടർ അറിയാം, ഗിരീഷ് ഭായിനെ അവിടെ കൂട്ടിയിട്ട് കൊണ്ടുപോകാം. മറ്റേ അമ്മ പറഞ്ഞു, എനിക്കറിയാം അവിടെ ഒരു ആയുർവേദിക് ഡോക്ടർ ഉണ്ട്. അവരെല്ലാവരും സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നാളെ അവിടെ അപ്പോയിൻമെൻറ്റ് ഞാൻ എടുക്കാം. അവരുടെ അടുത്ത് കുറേ ആൾക്കാർ പോയിട്ടുണ്ട്, എല്ലാം കംപ്ലീറ്റ് ശരിയായി, നിങ്ങൾക്കും എൻ്റെ കൂടെ വരണം. ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല, നിങ്ങൾ സിസ്റ്ററോട് പറയും, സിസ്റ്റർ ആരെയാണെന്ന് ഓക്കെ പറയുന്ന അവരുടെ അടുത്ത് ഞാൻ വരാം. അപ്പോൾ സിസ്റ്റർ എന്നെ കൺഫ്യൂസായി. അപ്പം എല്ലാം കൂടിയിട്ട് ഒരു മാതാജി വിടുന്നില്ല. എന്തായാലും ഗിരീഷ് ഭായിനെ ഈ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം, അവർ വളരെ നല്ല ഡോക്ടറാണ്, പിന്നെ ബ്രദറിന് എത്ര സേവ ചെയ്യണം, അപ്പോൾ അസുഖം മാറും. അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു, ഗിരീഷ് ഭായി മാത എന്നെ പറഞ്ഞിട്ടൊന്നും മനസ്സിലാക്കുന്നില്ല, നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ പെർമിഷൻ തന്നാൽ ഞാൻ പ്രശ്നമില്ല. അപ്പം പറഞ്ഞു ഓക്കെ. അപ്പോൾ അത് 35-40 കിലോമീറ്റർ ദൂരം, ഡൽഹിയിൽ ട്രാഫിക്കും. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സിസ്റ്റർ, പോവാം. അപ്പം ഗിരീഷ് ഭായി ആ മാതാജിൻ്റെ കൂടെ പോയി. അപ്പോൾ ഒരു വൈദ്യൻ മാതിരിയാണ്. ഇങ്ങനെ നാടിയെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ഇടുപ്പ് വേദന. അപ്പോൾ കോൺഫിഡൻസ് നോക്കണേ. അവർ പറഞ്ഞു, ഞാൻ ഇങ്ങനെ നിങ്ങളുടെ ഈ അസുഖം പെർമനൻ്റ്ലി മാറ്റാം. ഞാൻ പറഞ്ഞു, ദൈവമേ, കർമ്മകണക്ക് ഇന്ന് തീരുമല്ലോ, ഈ ഡോക്ടറിൻ്റെ കയ്യിലാണ് എൻ്റെ കർമ്മഭോഗം. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇത്ര കൊല്ലം എവിടെയായിരുന്നു, ഇന്നാന്നല്ല എന്നെ മീറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എന്താ ചെയ്യണ്ടേ? പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, ഒരു ചെറിയ പൊടി എടുത്തു, ഒരു പേപ്പറിൽ പൊതിഞ്ഞ് തന്നിട്ട് പറഞ്ഞു, ഇത് കഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, ദൈവമേ, കർമ്മകണക്കം ഇത്ര ഈസിയിലാണോ തീരുന്നത്? ഞാനിവിടെ കണ്ണൂരിൽ നമ്മളുടെ ഒരു പോലീസിലൊരു ബ്രദർ ശ്രീറാം ഭായി ഉണ്ടായിരുന്നു. അവരുടെ മകനെ കുറച്ച് കഴുത്തിൽ പ്രശ്നമായിട്ട് മകൻ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ശ്രീറാം ഭായി അച്ഛനോട് പറഞ്ഞു, എന്തായാലും ഗിരീഷ് ഭായിനെ അവിടെ പറഞ്ഞേക്കണം. അവർ വളരെ നല്ല ഭാവനയോട്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ പോയി. അപ്പം എന്താ സംഭവം, ആ ഡോക്ടർ എന്നെ എണ്ണ തേപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു കയറ്, പിന്നെ ഒരു ഹാൻഡിൽ, അത് പിടിച്ചിട്ട് എൻ്റെ മേൽ നിന്നിട്ടാണ് കാലുകൊണ്ടാണ് മസാജ് ചെയ്ത്. ഫസ്റ്റ് ടൈം ചെയ്തപ്പം ഇടുപ്പ് വേദന സെക്കൻഡായി, ആ ചവിട്ടിൻ്റെ വേദന നമ്പർ 1. അപ്പം ഞാൻ ഭഗവാനോട് പറഞ്ഞു, ദൈവമേ, ഞാൻ എത്ര ഇവരെ ചവിട്ടിയിട്ടുണ്ടാവും, അതിൻ്റെ വിത്ത് ഇൻട്രസ്റ്റ് എണ്ണ തേച്ചിട്ട് ഞാൻ വോളണ്ടറി ആയിട്ട് ചവിട്ടോക്കോ, എവിടെ വേണമെങ്കിൽ ചവിട്ടിക്കോ ദൈവമേ. അങ്ങനത്തെ ഒരു ഹിസാബ് കിതാബ്, ചലോ ചോടോ. അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് അസുഖം മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം പറഞ്ഞു, ഈ പൊതിയിൽ പൗഡർ ഉണ്ട്, ഇത് തിന്നാം, കഴിച്ചാലും അസുഖം മാറും. ഞാൻ പറഞ്ഞു ഓക്കെ, ഇത്ര ഈസിയാണല്ലോ. ഞാൻ പൊടിയെടുത്തിട്ട് പുറത്ത് പോകുമ്പം ഈ മെഡിറ്റേഷൻ്റെ നിങ്ങൾ ഉത്തരം തന്നതിൻ്റെ ഞാൻ വ്യാഖ്യാനം ചെയ്യാന്ന്. അപ്പം ആ വൈദ്യൻ പറഞ്ഞു, പക്ഷെ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് അത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു, പൊടിയാണല്ലോ ഇങ്ങനെ കഴിക്കാറ്. അങ്ങനെയല്ല, ഈ പൊടി വീട്ടിൽ കൊണ്ടുപോയിട്ട് 5 ലിറ്റർ വെള്ളത്തിൽ അത് ഇട്ടിട്ട് അത് ബോയിൽ ചെയ്ത് 1 ലിറ്റർ ആക്കിയിട്ട് അത് 1 ലിറ്റർ എന്താ പറയുക ബോട്ടിൽ, ഈ കാഞ്ച്
കുപ്പി ഗ്ലാസ് ബോട്ടിലിൽ വെച്ചിട്ട് 21 ദിവസം അത് സൂര്യപ്രകാശത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് അതിൽ വിറ്റാമിൻ ഡി വന്നിട്ട് പിന്നെ 22ാമത്തെ ദിവസം കുളിച്ച് തോർത്താൻ പാടില്ല, ശരീരം തണുപ്പായിരിക്കണം. തണുത്ത ബോഡിയിൽ തല താഴെ മേലെ കാല്, ആ 1 ലിറ്റർ വാട്ടർ പിന്നെയും ബോയിൽ ചെയ്ത് 10 ml ആക്കിയിട്ട് വിറ്റാമിൻ ഡി കോൺസെൻട്രേറ്റഡ് ആവണം. പിന്നെ മൂക്കിൽ ഇവിടെ ഒരു തുള്ളി, ഇവിടെ ഒരു തുള്ളി, അങ്ങനെ ചെയ്താൽ അസുഖം മാറും. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങനത്തെ ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയോ? പോവില്ല. ഈ മെഡിറ്റേഷൻ മെഡിസിൻ ഡിഫിക്കൽട്ടാണ്. ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്തു ആത്മമുക്തിയായി വികർമ്മം വിനാശമായിട്ടുണ്ടെങ്കിൽ സിസ്റ്റർ ഭയങ്കര ഈസി ആണല്ലോ. ഞാൻ ഇരിക്കുന്നുണ്ട് പക്ഷെ മനസ്സങ്ങോട്ട് പോകുന്നില്ല. മെഡിസിൻ ഈസി ഓർ മെഡിസിൻ ഡിഫിക്കൾട്ട്, ഏത് മെഡിസിനാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുക? ഡിഫിക്കൾട്ട് മെഡിസിൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഡോക്ടറെ അതിനെക്കാട്ടി നല്ലത് ഞാൻ ഇത് സഹിച്ചോട്ടെ. പക്ഷെ നിങ്ങളുടെ ആ മൂക്കിലിട്ടിട്ട് 21 ദിവസം തലതാഴെ കാല് മേലെ വെച്ചിട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ഇറ്റ്. സോ ദ മെഡിസിൻ ഹാസ് ടു ബി ഈസി, ഇറ്റ് ഹാസ് ടു ബി ആസ് സിമ്പിൾ ആസ് ഹോമിയോപ്പത്തി. വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല, വായിൽ വെച്ചാൽ മതി, അത് തന്നെ അലിഞ്ഞു പോവും. ഈ ആയുർവേദിക് മെഡിസിൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇത് കഷായവും ഇതും അതും. ഇംഗ്ലീഷ് മെഡിസിൻ പിന്നെയും നല്ലതാണ്, പക്ഷെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. സോ മെഡിസിൻ ഹാസ് ടു ബി ഈസി. ക്വസ്റ്റ്യൻ, ആത്മ അനുഭൂതി ചെയ്യാൻ പറ്റുന്നില്ല, എന്താ വെച്ചാൽ ഈ ദേഹത്തിൻ്റെ കോൺഷ്യസ്നെസ് ഉണ്ട്, ഭാനമുണ്ട്, അഭിമാനമുണ്ട്, അത് മാറ്റാൻ വേണ്ടിയിട്ട് നൗ ദ ക്വസ്റ്റ്യൻ ഇസ് ഈസി മെഡിസിൻ എന്താ? മെഡിറ്റേഷൻ അതിൻ്റെ മരുന്നല്ല. മെഡിസിൻ ഈസ് വെരി സിമ്പിൾ. രാവിലത്തെ വിധി പ്രമാൺ, വിധി, അത് സിസ്റ്റർ പറയും വിധി എന്നാണ്. ഏത് ശരീരവും മനസ്സിൻ്റെ സ്ഥിതി വെച്ചിട്ട് രാവിലത്തെ, വൈകുന്നേരത്തല്ല, ഉച്ചക്കത്തല്ല, രാത്രിൻ്റെ അല്ല, രാവിലത്തെ ഈ കൊറോണ കാലം വിട്ടിട്ട്, ഐ മീൻ ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ദ കൊറോണ ടൈം, അതിൻ്റെ മുമ്പേ ഇല്ലെങ്കിൽ ഇപ്പം സെൻറ്ററെല്ലാം തുടങ്ങിയാൽ സെൻറ്ററിൽ പോയിട്ട് നിമിത്ത് ടീച്ചർ ബെഹൻ്റെ ദ്വാര ആ 4 പേജിൻ്റെ മുരളി കേൾക്കണം. അതാണ് മെഡിസിൻ. വെരി സിമ്പിൾ, ഒന്നും ചെയ്യണ്ട. അത് സോഫ സെറ്റിൽ ഇരുന്നാലും ശരി, ചെയറിലിരുന്നാലും ശരി, താഴെ ഇരുന്നാലും ശരി, നോ പ്രോബ്ലം. ഒരു പരിശ്രമവും ഇല്ല. നമ്മൾ എത്ര ഭക്തിമാർഗത്തിൽ പരിശ്രമം ചെയ്തിട്ട്, ഞാനോ 9th ക്ലാസ് പഠിക്കുമ്പം ശബരിമലയിൽ പോയി. ദൈവമേ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എനിക്ക് ചെരുപ്പിടാണ്ട് വീട്ടിൽ പോലും നടക്കാനുള്ള പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല. നാട്ടിൽ വന്നിട്ടോ ചെരുപ്പിടാണ്ട് ഞാൻ ആ അമ്പലവും പിന്നെ അവിടെ എല്ലാം ശബരിമല വരെ കാലിൽ മുള്ളും മാതിരി. ദാറ്റ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഞാൻ പമ്പയിൽ മുങ്ങി കുളിച്ചിട്ടില്ല, അത്ര ചളിവെള്ളം. ഞാൻ എൻ്റെ ഗുരുസ്വാമിയോട് പറഞ്ഞു എനിക്ക് കുളിക്കണ്ട. അവർ ചീത്തയോടെ ചീത്ത. ഞാൻ നിൻ്റെ ഗുരുസ്വാമി, കുളിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു എനിക്ക് നല്ല വെള്ളം ബക്കറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ കുളിക്കായില്ലെങ്കിൽ ഞാൻ കുളിക്കൂല. ഇനി എന്തായാലും ശരി, സോറിയാ, ഞാൻ കുളിച്ചിട്ടില്ല പമ്പ. കുളിക്കാണ്ട് തന്നെ മേലെ പോയത് സന്നിധാനത്തിൽ. കുളിക്കാണ്ട് പോയ സ്ഥിതിക്ക് ഇപ്പം കുളിക്കണം 100%. ദിവസത്തിൽ 2-3 പ്രാവശ്യം. തനിക്ക് ശുദ്ധി, അത് ലക്ഷ്മി ബേനും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് കുളിക്കേണ്ടത്, ഏത് വസ്ത്രം, അതുപോലും ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഓൾ ഹാസ് എ വൈബ്രേഷണൽ ഇഫക്റ്റ്. അത് നമുക്ക് യോഗത്തിൽ ആത്മ അനുഭൂതി ആവാൻ ബാരിയർ ആവും. നമുക്കത് മനസ്സിലാവുന്നില്ല. എന്താ പ്രശ്നം, ഇത് കുപ്പായല്ലേ. ദിസ് ഓൾസോ ഹാസ് വൈബ്. ആരാ പറയുന്നത്? സുപ്രീം സർജൻ. നിങ്ങൾ ഡോക്ടർ എന്താ പറയുന്നത്? കണ്ണടച്ച് ഡോക്ടർ ഇതിന് ഒന്ന് എനിക്ക് മാറ്റി കിട്ടിയാൽ മതി വേദന, അങ്ങനെയല്ല പറയാ. ഞാൻ പറയാം, ഞാൻ നാച്ചുറോപ്പത്തി, ആയുർവേദ എല്ലാം പത്തി ചെയ്തു. ഇപ്പം നാച്ചുറോപ്പത്തി ഡോക്ടറും അവർ ആയുർവേദിക് സ്പെഷ്യലിസ്റ്റും രണ്ടും ഒന്നായിട്ട്. അവർ പറഞ്ഞു ഞാൻ രാവിലെ ഒരു 10-12 മണി വരെ ഒന്നും കഴിക്കൂല. അതൊന്നാണ് ഇങ്ങനെ. പിന്നെ കഴിക്കുന്നതും ഫ്രൂട്ട്സും വെജിറ്റബിൾസ് മാത്രമാണ്. ഈ ആയുർവേദിക് ഡോക്ടർ പറഞ്ഞു ഇനി അത് കഴിക്കണ്ട, നിങ്ങൾ നാഷ്ത, ബ്രേക്ക്ഫാസ്റ്റ് നല്ലപോലെ കഴിക്കണം. അവർ പറഞ്ഞു കക്കറി കഴിക്കാൻ പാടില്ല, ദാറ്റ് വിൽ ക്രിയേറ്റ് ഗ്യാസ്. ഓ ഗോഡ്, ഞാൻ ഇതുവരെ അത് കഴിക്കുന്നായിരുന്നു. സോ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾ എഴുതിത്താ അത് ഞാൻ ഫോളോ ചെയ്യാം. അവർ പറഞ്ഞു നിങ്ങൾ കുറേ നെയ്യ്, ബോഡി കുറച്ച് വെയിറ്റ് കൂട്ടണം, മസിൽസിന് സ്ട്രെങ്ത് വരണം. ഞാൻ പറഞ്ഞു ഓക്കെ. ഇതുവരെ ഞാൻ നെയ്യ് തൊടാത്ത ഒരു മനുഷ്യനാണ്, എനിക്ക് ഡയറി പ്രൊഡക്റ്റ് ഇഷ്ടമല്ല, പക്ഷെ കഴിക്കുന്നുണ്ട്. സോ വാട്ട് ദ ഡോക്ടർ സേസ്, എനിക്ക് യോഗത്തിൽ ഇരുന്നിട്ട് കാല് ഒരു പ്രാവശ്യം ഇങ്ങനെ പിന്നെ അങ്ങനെ അതൊന്നും ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല.
എനിക്കും ഏകാഗ്രചിത്താവണം. ഇന്നും ബാബ പറഞ്ഞു തന്നക്കാ സ്വസ്ഥ, അതില്ലെങ്കിൽ അലൗകിക ജീവൻ की सफलता ही नहीं मिलेगी. മനസ്സിനെ ചില ദിവസം അമൃത് വേല എണീക്കുമ്പം വേദന. സ്റ്റാർട്ടിങ്ങിൽ ഏപ്രിലെല്ലാം ഞാൻ ഇരിക്കാൻ പറ്റുന്നില്ല. 2.5 മണിക്കെല്ലാം ഇരുന്നിട്ട് ഞാൻ നടക്കുന്നുണ്ട് വീട്ടിൽ ബോംബെയിൽ. ഉറക്കവും വരുന്നില്ല, യോഗവും നടക്കുന്നില്ല, ഇരിക്കാനും പറ്റത്തില്ല. നൗ ദാറ്റ്സ് എ വെരി ഡിഫിക്കൾട്ട്. അപ്പം മനസ്സിൽ കുറച്ച് ഡീമോട്ടിവേറ്റഡ് ആവും. ഞാൻ ബ്രാഹ്മണായിട്ട് ബാബ എനിക്ക് യോഗം ചെയ്യാൻ, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അത് എല്ലാവർക്കും പ്രശ്നം വരും. ഗൃഹസ്ഥി ജീവനിൽ ആൾക്കാർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. സമർപ്പിത സിസ്റ്റേഴ്സ്, സമർപ്പിത ബ്രദേഴ്സ് ഇവിടെ മൈസൂരിൽ ഈ റിട്രീറ്റ് സെൻറ്ററിൽ താമസിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല. അവരുടെ ജീവിതം വളരെ ഈസിയാണ്. വൈഫില്ല, കുട്ടികളില്ല, ജോലിയില്ല, സമ്പാദ്യമില്ല, റെസ്പോൺസിബിലിറ്റി ഇല്ല. വളരെ സ്വീറ്റ്, ഓം ശാന്തി, ക്ലാസ് എടുക്കുക, യോഗം ചെയ്യിപ്പിക്കുക, ഇത്രയേ ഉള്ളൂ. അങ്ങനെയല്ല. എവ്രിബഡി ഹാസ് ദെയർ ഓൺ അക്കൗണ്ട്. അത് ശരീരത്തിൽ കൂടെ വരാം, മനസ്സിൽ വരാം, റിലേഷൻഷിപ്പിൽ. അതെല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്. അത് എല്ലാവരും സിംഗിൾ ജേർണിയാണ്. ആ ജേർണിയിൽ ഈ കുപ്പായം ഞാൻ എങ്ങനെ ഇട്ടിട്ട് കുളിച്ചിട്ട് വരുന്നുണ്ടോ ഇല്ലയോ, അതെല്ലാം വിൽ ഇമ്പാക്ട്. സ്മോൾ അത്ര സൂക്ഷ്മമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. മിലിറ്ററി ട്രെയിനിങ്ങിൽ രാവിലെ 4 മണിക്ക് ലൈനിൽ പരേഡിൽ നിങ്ങളുടെ ഷൂ ലേസ് ലൂസ് ഉണ്ടെങ്കിൽ പണിഷ്മെൻറ്റാ, പോളിഷ് ഇല്ലെങ്കിൽ പണിഷ്മെൻറ്റാ. നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. ഓർഡർ ഇസ് എൻ ഓർഡർ. ബൈ ഓർഡർ. തിരിച്ചു പറയാൻ പറ്റില്ല ഞാൻ ഇതൊന്നും ചെയ്യൂല, ഷൂ ലേസ് ഉണ്ടെങ്കിൽ ഇത്ര പണിഷ്മെൻറ്റിൻ്റെ എന്താ ആവശ്യം, ഞാൻ കെട്ടാലോ. യു കെ നോട്ട് ആസ്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ പണിഷ്മെൻറ്റാ. അത്ര സ്ട്രിക്റ്റാണ് മിലിറ്ററി ട്രെയിനിങ്. നമ്മളുടെ ഏത് മിലിറ്ററിയാ? ദൈവമേ, ദുഷ്മൻ തന്നെ ഇവിടെ ഉണ്ട്. സ്വാമിഭായ് 5 പറഞ്ഞു. അതെന്നെ മായ, അതെന്നെ വികാരം. അതിന് ബൂസ്റ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആത്മാഭിമാനി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ബിലീവ് മീ, ഞാൻ ഭട്ടി 25 കൊല്ലം യോഗം ക്ലാസ്. ഇന്ന് തന്നെ സിസ്റ്റർ ഇന്റർനാഷണൽ സ്പീക്കർ ഗിരീഷ് ഭായ് ഫെയില്. ശരിക്കും അങ്ങനെ തന്നെയാണ്. ഇന്റർനാഷണൽ സ്പീക്കറൊന്നുമായിട്ട് വിത്ത് ഡ്യൂ റെസ്പെക്ട്, അതിനൊന്നും അർത്ഥമില്ല. ഞാൻ എന്താ അനുഭവം ചെയ്യുന്നത്, വാട്ട് ഈസ് മൈ എക്സ്പീരിയൻസ്, അതെല്ലാവർക്കും പേഴ്സണലാണ്. ഇറ്റ്സ് എ പേഴ്സണൽ ജേർണി. എല്ലാവരും ഹെൽപ്പ് ചെയ്യും. ബ്രാഹ്മൺ പരിവാർ ഏക് ദൂസരേക്കോ സഹयोग ദേ സക്തേ, ഡെഫിനറ്റ്ലി 100%. അത് കിട്ടുന്നുണ്ട്, കിട്ടും. അതുകൊണ്ടാണ് എനിക്ക് കുറേയും കൂടെ ഫെയ്ത്ത് ബ്രാഹ്മൺ പരിവാർ. അറിയാത്തവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ബാബ ഇൻസ്ട്രുമെൻ്റ് ആക്കിയിട്ട്. സോ ദ മെഡിസിൻ ഈസ് രാവിലത്തെ സെൻറ്ററിൽ കുളിച്ച് ഫ്രഷായിട്ട് നിമിത്ത് എല്ലാ ദിവസം. ഇപ്പം കൊറോണ സമയമായതുകൊണ്ട് ടീക്കെ നമ്മൾ മൊബൈലിൽ ഇല്ലെങ്കിൽ ടി വിയിൽ കാണുന്നുണ്ട്. പക്ഷെ അതും വിധി പ്രമാണം കേൾക്കണം. ഞാൻ ടി വി ഓണാക്കിയിട്ടുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. എത്ര ചപ്പാത്തിയിൽ മനസ്സ് എത്ര. ഇന്നെങ്ങനെയാന്ന് മുരളി വായിച്ചത്? ഭക്ഷണവും ഇല്ല, ഉറക്കവും ഇല്ല, 2 മണി 3 മണി ഒന്നില്ല. മുരളി. ജീവിതത്തിനെ ഇമ്പാക്ട് ചെയ്യാൻ ഇത് മുരളി. അത്ര എല്ലാ ദിവസം എക്സാമാണ്. രാവിലെ മുരളി കേട്ടു ഫിനിഷായി, പിന്നെ രാത്രി ഉറങ്ങുന്നവരെ എക്സാം പേപ്പറാ. ലൈഫിൻ്റെ എക്സാമാണ്. അത് ആരെങ്കിലും ഏത് ഫോമിലും വരും. അവിടെ വരദാനം യാതുണ്ടോ, ശ്ലോകൻ യാദ് ഹേ, എന്താ പറയുക, ടൈറ്റിൽസ് യാദ് ഇല്ലെങ്കിൽ പിന്നെ നോർമൽ തന്നെ. വ്യത്യാസം ഇത്രേ ഉള്ളൂ. ഞാൻ അമ്പലത്തിൽ പോകുന്നില്ല, ഈ മുരളി. അവിടെ ഗീത, മഹാഭാരതം, രാമായണം, കഥ. ഇവിടെ മുരളി, ഫിനിഷ്. അത്രേ ഉള്ളൂ. അവിടെയും ചന്ദനക്കുറി, ദൈവമേ നിങ്ങൾ കാത്തു കൊള്ളനെ, ഖതം. ഇവിടെ കുറച്ച് ലാംഗ്വേജ് ചേഞ്ച് ആയി. അങ്ങനെ പറയുന്നില്ല. മേ ആത്മാ ശാന്ത സ്വരൂപ് ഇന്നലെ മെഡിറ്റേഷൻ ചെയ്ത മാതിരി. രണ്ടാമത്തെ തോട്ട് കട്ട് വേറെ എവിടെയും പോകുന്നുണ്ട്. സോ മനസ്സിനെ നമ്മൾ റൈറ്റ് എൻവയറമെൻറ്റ് കൊടുക്കണം ആത്മാക്ക്. സോ ദ മെഡിസിൻ ഈസ് മുരളി. ഓക്കെ. ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഓക്കെ പോയിക്കോട്ടെ. അപ്പം ഡോക്ടർ പറഞ്ഞു വെയിറ്റ്. ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം? ഡോക്ടർ പറഞ്ഞു ഞാൻ 7 ദിവസത്തെ മെഡിസിൻ എഴുതിയിട്ടുണ്ട്. 7 days കോഴ്സ്. 7 days. 7 days കഴിഞ്ഞിട്ട് തിരിച്ച് വരണം, ഞാൻ എക്സാമിൻ ചെയ്യാം. അല്ല കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ. പക്ഷേ സ്റ്റാർ കണ്ടീഷൻസ് അപ്ലൈ. അവിടെയാണ് പ്രശ്നം.
ഓഫർ ഭയങ്കര നല്ലതാണ്, പക്ഷെ ചെറിയ അക്ഷരത്തിലാണ് സ്റ്റാർ കണ്ടീഷൻ സപ്ലൈ. 50% ഡിസ്കൗണ്ട്, സ്റ്റാർ കണ്ടീഷൻ സപ്ലൈ. 10,000 രൂപേൻ്റെ പർച്ചേസ് ചെയ്താലേ കിട്ടുള്ളൂ. ഇവിടെ 2,000 ഇല്ല, പിന്നെയാണ് 10,000. പിന്നെ ആ ഓഫറിൻ്റെ മൊത്തം എന്താ പറയുക, ബ്യൂട്ടി ആ സ്റ്റാർ കണ്ടീഷൻസിൽ പോകുന്നുണ്ട്. സ്റ്റാർ കണ്ടീഷൻ സപ്ലൈ. ആ ഡോക്ടർ പറഞ്ഞു 7 ദിവസം കൃത്യമായിട്ട് മെഡിസിൻ കഴിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, പക്ഷേ 7 ദിവസം തണുത്ത വെള്ളം കുടിക്കാൻ പാടില്ല, തണുത്ത വെള്ളത്തിൽ കുളിക്കാനും പാടില്ല, ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, പെപ്സി കോല കഴിക്കാൻ പാടില്ല, ഐസ്ക്രീം. ഞാൻ പറഞ്ഞു ഡോക്ടർ അതൊന്നും പ്രശ്നമില്ല, പക്ഷെ മോര് കുറച്ച് ഇഷ്ടമാണ്, മോരില്ലാത്ത എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അത് തൊടാൻ പാടില്ല, പുളി ഇല്ലെങ്കിൽ എനിക്ക് വായിന്ന് അച്ചാറിങ്ങനെ തൊട്ടി നക്കി. നോ. ക്വസ്റ്റ്യൻ, നിങ്ങൾ ഡോക്ടർ പറഞ്ഞത് ഫോളോ ചെയ്യോ 100% ഓർ നോട്ട്? 100%. ചലോ 100 ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 98%. ചില പേര് 7 ദിവസം കഞ്ഞി ഉണ്ടെങ്കിൽ അമ്മ എന്നെ പറയും നീ 4 ദിവസമായിട്ടൊന്നും കഴിക്കുന്നില്ല, ഒരു ചെറിയ പപ്പടം കഷ്ണം കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ താങ്ക് യു. സോ മുരളി വായിക്കുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ അതിന് ഒരു അർത്ഥമില്ല അൺടിൽ അൺലെസ് ശിവബാബ നമുക്ക് 4 ധാരണ, അതിനാ പറയാ മര്യാദ, ഇല്ലെങ്കിൽ നിയം. അതെല്ലാവർക്കും അറിയില്ല. യോഗി ജീവനിൻ്റെ 4 കാല്. ഒരു കാലും വീക്ക് ഉണ്ടെങ്കിൽ പോയി, അത് ആടിക്കൊണ്ടിരിക്കും. ബ്രാഹ്മണ ജീവിതത്തിനും മനസ്സിൻ്റെ സ്ഥിതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സദാ സുഖ്, സദാ ശാന്തി, സദാ ആനന്ദ, സദാ ശക്തി. അത് അനുഭവം ചെയ്യാൻ ഈ 4 കാല്. മരുന്നും കഴിക്കണം. എന്താ വെച്ചാൽ അസുഖമായിരുന്നു 63 ജന്മമായിട്ട്, അത് റൂട്ട് ആയിട്ട് മാറണ്ടെങ്കിൽ ഇത് 4 മെഡിസിൻ എത്ര വരെ കഴിക്കണം? 7 ദിവസം മുരളി വായിച്ചാൽ മതിയാ. മുരളി കബ് തക് സുന്നാ ഹൈ? ജബ് തക് ഈ ശരീരം വിടുന്ന വരെ എല്ലാ ദിവസം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. ആ മുരളി എന്തിനാ മെഡിസിൻസ്, എങ്ങനെയാ മെഡിസിൻ ആയത്? വെരി സിമ്പിൾ. ആരാന്ന് മെഡിസിൻ തരുന്നത്? നിരാകാർ. ഫസ്റ്റ് വേർഡ് നിരാകാർ ശിവ് ബാബ. നിരാകാർ ശിവ് ബാബ 4 പേജിൽ ഞാൻ ദേഹധാരിയോട് എങ്ങനെ നിരാകാരി ആവണം അതിൻ്റെ ആണ് കാര്യം പറഞ്ഞത്. നമ്മളുടെ അസുഖത്തിൻ്റെ പേരെന്തായിരുന്നു? ഈ ദേഹ കാ ഭാൻ छोड़ने के लिए ദേഹി, ദേഹ ജിസ്കോ നെയ്, ആർക്കാണ് ശരീരമില്ല. ആ 4 പേജിൽ എന്താ ഉള്ളത്? ഓൺലി 1 തിങ്. ഇതെങ്ങനെയാന്ന് പ്രശ്നമാക്കുന്നത്, ഇതിൽ നിന്ന് എങ്ങനെ മാറ്റിയെടുക്കണം, ഇവിടുന്ന് എങ്ങനെ മോചിക്കുന്നുണ്ട്, അതിൻ്റെ ഇൻഫർമേഷനാണ് ആ 4 പേജിൻ്റെ മെഡിസിൻ. സോ ഫസ്റ്റ് കണ്ടീഷൻ വെരി ഇമ്പോർട്ടൻറ്റ്, അതാണ് ബ്രഹ്മചര്യ വ്രത്. അവിടെയാണ് വന്നിട്ട് ഓഫർ, സത്യുഗത്തിൻ്റെ ബാദ്ഷാഹിയും പിന്നെ ചക്രവർത്തിയും ഓഫർ ഭയങ്കര നല്ലതായിരുന്നു. ഇവിടെ വന്നിട്ടാണ് കണ്ടീഷൻ കുറച്ച് ഫെയിൽ ആവുന്നത്. ബ്രഹ്മചര്യം പവിത്രതയുമല്ല. പവിത്രതൻ്റെ ഡെഫിനിഷൻ വളരെ ബ്രോഡും വളരെ ഗൂഹ്യമാണ്. അതിൻ്റെ സിംപ്ലസ്റ്റ് ഭാരതത്തിൽ സന്യാസി ചെയ്യുന്ന ബ്രഹ്മചര്യ അറ്റ്ലീസ്റ്റ് അതുപോലും ഞാൻ പാലിക്കണം. അതില്ലാണ്ട് യു കെ നോട്ട് എക്സ്പീരിയൻസ്. ഇതെല്ലാം വിത്ത് ഡ്യൂ റെസ്പെക്ട്, ഇറ്റ്സ് ഓൾ എ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജി. ഞാൻ സ്വാമി ഭായിൻ്റെ ജീവിതം കണ്ടിട്ട് ഞാനും വന്നു, പക്ഷെ അകത്ത് വന്നിട്ട് മനസ്സിലായി ബ്രഹ്മചര്യ വ്രത പാലനം ചെയ്യണം. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. സോ വൈ ഡിഡ് ഐ കം ഹിയർ? വാട്ട് വാസ് മൈ പർപ്പസ്? ആൻഡ് പർപ്പസ് ഇസ് ഓൺലി വൺ തിങ്. എന്താണ്? സദാ സുഖ്, സദാ ശാന്തി, സദാ ആനന്ദ്. സത്യുഗത്തിലും കിട്ടും, സംഗമയും അതിനെക്കാട്ടും ശ്രേഷ്ഠം. സോ ബ്രഹ്മചര്യ വ്രത് ഇസ് എ മസ്റ്റ്. അതില്ലാണ്ട് ഇവിടെ ദീദിമാർ, ഇന്ന് ലീന ദീദി, പിന്നെ ആരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ബ്രഹ്മബാബ ഇങ്ങനെ, ദാദി എങ്ങനെ, ഞാനിങ്ങനെ അനുഭവം ചെയ്തു. ഇതെല്ലാം എനിക്ക് ഓൺലി കേട്ടിട്ട് മാത്രമേ അതിൻ്റെ സുഖം എടുക്കാൻ പറ്റുള്ളൂ. അവരെന്താ അതിൻ്റെ അതീന്ദ്രിയ സുഖം അനുഭവിച്ചിട്ടുണ്ട്, അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂല. യോഗത്തിലും സേവയിലും ധാരണയിലും ബ്രാഹ്മൺ പരിവാരത്തിൻ്റെ സ്നേഹത്തിലും അതൊന്നും ഇറ്റ് വിൽ ഓൾ ബി സൂപ്പർഫിഷ്യൽ. ഞാനും വൈറ്റ് ധരിച്ചു, ബാഡ്ജ് ഇട്ടു, മുരളിയും കേൾക്കുന്നുണ്ട്, സെൻട്രലിലും വരുന്നുണ്ട്, പാത്രവും കഴുകുന്നുണ്ട്, സേവയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ശരിയായ റിയൽ സുഖം, ഇന്ന് ബാബ വരദാൻ പറഞ്ഞ മാതിരി ആറാം കവി
त्याग हो जाएगा. പിന്നെ ആ സേവാ में आराम में ही उस आराम का सुख, കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ സുഖം കിട്ടും. അതായിരിക്കാം കിട്ടുക? ആരാണോ ഐസ്ക്രീം കഴിക്കാത്ത, അപ്പോഴാണ് മെഡിസിൻ എഫക്റ്റീവ് ആവുക. ഇല്ലെങ്കിൽ ഇവിടുന്ന് മെഡിസിൻ, ഇവിടുന്ന് ഐസ്ക്രീം. കണ്ടീഷൻ ഗല്ലാക്ക വൈസേക്ക വൈസേ രഹേ. പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് കൂട്ടുകാർ ചോദിച്ചു, എങ്ങനെയുണ്ട് ആ ഡോക്ടർ, നല്ലതാണോ, ഡയഗ്നോസിസ് ശരിയാണോ, മെഡിസിൻ വർക്ക് ചെയ്യുന്നുണ്ടോ? ശരിയല്ല, ഇനി അടുത്ത പ്രാവശ്യം ഞാൻ അവിടെ പോകില്ല. ക്യൂ? വൈ ഡിഡ് ദ മെഡിസിൻ നോട്ട് വർക്ക്? ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദ മെഡിസിൻ, ഇറ്റ് ഈസ് ബിക്കോസ് ഞാൻ അതിൻ്റെ അടുക്കെ എൻ്റെ മന്മത്ത്, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ഇച്ഛകൾ, എൻ്റെ തൃഷ്ണ, എൻ്റെ കുഴപ്പമില്ലല്ലോ, ആ കുഴപ്പമില്ലല്ലോ, പ്ലീസ് ട്രാൻസ്ലേറ്റ്, ചൽത്താ ഹേ. അങ്ങനെയൊക്കെ ആവാം. ആര് കാണുന്നു? കോൺ ദേഖ് റാ ഹൈ? എന്ത്? ആരും കാണുന്നില്ലല്ലോ. ഞാൻ ഒറ്റക്കല്ല വീട്ടിൽ. ഞാനൊരു സീക്രട്ട് പറയാം. ഒരു 23-24 ഇയേഴ്സായി ഇതുവരെ ഒരു നിമിത്ത് ടീച്ചർ ബഹൻ സിസ്റ്റർ ഗിരീഷ് ഭായിയോട് ചോദിച്ചിട്ടില്ല, നിങ്ങൾ പുറത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, നോണ പറയാറുണ്ടോ? You need to understand one formula. It is between Girish Bhai and Shiv Baba. It is not between Girish Bhai and sisters. It is not between Girish Bhai and Ningal. It is not between Girish Bhai and Lakshmi Ben. സർവ സംബന്ധ ശിവ് ബാബ. ടീക്ക്. അതുമാതിരി തന്നെ പ്രാപ്തി, ഭവിഷ്യത്തിൻ്റെ നേട്ടങ്ങൾ, അതെല്ലാം ഇറ്റ് ഈസ് ബിറ്റ്വീൻ മീ ആൻഡ് ശിവ. ശിവ് ബാബ കാണുന്നുണ്ട്, ശിവ് ബാബക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ശിവ് ബാബക്ക് ഗിരീഷ് ഭായിൻ്റെ മൊത്തം ജന്മ കഥയുണ്ട്. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? കാണിക്കാൻ വേണ്ടിയിട്ടോ? ചൽത്താ. പിന്നെന്തിനാന്ന് BK? പിന്നെന്തിനാ വൈറ്റ് ഡ്രസ്? 20% ഫോളോ ചെയ്യുന്നുണ്ട്, 80% ഇല്ല. എന്തെങ്കിലും റിയൽ പ്രോബ്ലം ഉണ്ടോ, ചെയ്യാൻ പറ്റുന്നില്ല, ദെൻ യു നീഡ് ടു ഡിസ്കസ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ എൻ്റെ മനസ്സിൽ തന്നെ അത് വിടാനുള്ള എനർജി ഇല്ല, അപ്പം പ്രശ്നമാണ്. അതിന് ശിവബാബ പറയുന്നുണ്ട്, കുട്ടികളെ നിങ്ങൾ 1 സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ് ബാക്കി ഞാൻ നോക്കിക്കോളാം. ബിലീവ് മീ, ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് ഓൺലി. അതാണ് അനുഭവം, ആ എക്സ്പീരിയൻസ്. ഡിഫിക്കൾട്ട് സിറ്റുവേഷനിലും സുഖം, റിലാക്സ്ഡ്, ആസാൻ ശക്തികളുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വെരി ഇമ്പോർട്ടൻറ്റ് ബ്രഹ്മചര്യ വ്രത്. നമ്പർ 2 അതാണ് ഭക്ഷണം ശുദ്ധി. ഞാനൊരു ചെറിയ എക്സ്പീരിയൻസ്, സമയമില്ല പിന്നെയും പറയാം. ഞാൻ ബോംബെയിൽ സ്വാമി ഭായിൻ്റെ അവിടെ വന്നിട്ടാണ് എനിക്ക് ജ്ഞാൻ കിട്ടിയത്. പിന്നെ സ്വാമി ഭായ് ഒരു മൊത്തം എൻ്റെ 7 days കോഴ്സ് കഴിഞ്ഞിട്ടില്ല, പക്ഷെ നമ്മളൊരു ഭട്ടി അറ്റൻഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തിരിച്ച് ഞാൻ പഠിക്കുന്ന സ്ഥലം മധ്യപ്രദേശിൽ പോകണമായിരുന്നു. അപ്പോൾ സ്വാമി ഭായ് പറഞ്ഞു, ഗിരീഷ് ഭായ്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതെല്ലാം ചെയ്തു, ഇതാ ഒരു ലെറ്റർ, ഇനി തും ജാനോ തുമാരാ ഭാഗ്യ ബാപ്പ് ഓർ വഹാ കി ബഹൻ. നിങ്ങളായി, ശിവബാബയായി, നിങ്ങളുടെ ഭാഗ്യമായി, യു ഗോ ഹെഡ്. ഞാൻ പറഞ്ഞു ടീക്ക്. ഞാൻ അവിടെ പോയിട്ട് ലെറ്റർ കാണിച്ചു. അപ്പം സ്വാമി ഭായിൻ്റെ അവിടുത്തെ ബോംബെൻ്റെ സിസ്റ്ററിൻ്റെ ലെറ്റർ ഉണ്ടായിരുന്നു. ആ ദീദി എനിക്ക് വളരെയധികം പാലന തന്നു. എനിക്ക് ശിവബാബയോട് സ്നേഹം നമ്പർ 2, ഫസ്റ്റ് സ്നേഹം സിസ്റ്റേഴ്സോടാണ് ആയത്. അവർ അത്രമാത്രം എനിക്ക് സ്നേഹിച്ചു. അപ്പം മധുബൻ പോവാൻ അപ്പം ഫോർം എഴുതണം. ഞാൻ വളരെ ഇന്നോസെൻ്റ് ആയിട്ട് ചോദിച്ചു, സിസ്റ്റർ റെയിൽവേ റിസർവേഷൻ ഫോം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ അറച്ചാൽ മതി. അപ്പം പറഞ്ഞു, അല്ല, റെയിൽവേ റിസർവേഷൻ ഫോം അല്ല, ഇത് സെപ്പറേറ്റ് ഫോമാണ്. അപ്പം എനിക്ക് അത്ര ശിവബാബയോട് കണക്ഷനോ അനുഭൂതിയോ ഒന്നും ആയിട്ടില്ല. ഒരു 4-5 മാസമേ ആയിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര സിസ്റ്റേഴ്സിൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ 7 കിലോമീറ്റർ സൈക്കിൾ ഓടിച്ചിട്ട് പോകണം സെൻറ്റർ. രാവിലെയും പോവും, വൈകുന്നേരം പോവും. ഒരു ദിവസത്തിൽ 7x4 28 കിലോമീറ്റർ സൈക്കിൾ ഓടിക്കും. എന്തിനു വേണ്ടിയിട്ട്? സിസ്റ്റേഴ്സിൻ്റെ സ്നേഹം, അത്രേ ഉള്ളൂ. ശിവ് ബാബ, യോഗം, കണക്ഷൻ, അതൊന്നും ധാരണ, അതൊന്നും അറിയില്ല. ആ സമയമൊന്നും ധാരണ പറയില്ല കുമാരി, ഇല്ലെങ്കിൽ ഓടിപ്പോവും. അപ്പം സിസ്റ്റർ പറഞ്ഞു, അങ്ങനത്തെ ഫോം അല്ല, ഭഗവാൻ സെ മിൽനെ കാ ഫോം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭഗവാൻ സെ മിൽനെ കാ अपॉइंटमेंट फॉर्म भरना पड़ता है? ഈ ലോകത്തോ एक भी भगवान से मिलने के लिए कोई फॉर्म भरना पड़ता है क्या? नहीं भरना पड़ता है. അപ്പോൾ പറഞ്ഞു, അല്ല ഭരണ पड़ता है. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, ഫസ്റ്റ് ബ്രഹ്മചര്യ വ്രത് കി പാലന കബ് സെ? ബ്രഹ്മചര്യ വ്രതത്തിന് എന്ന് മുതൽ പാലിക്കുന്നു? എനിക്ക് കുറച്ച് അറിയായിരുന്നു ബ്രഹ്മചര്യ വ്രതം. പിന്നെയും അവരെന്ത് കോണ്ടെക്സ്റ്റിലാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇതിൻ്റെ എന്താ സംഭവം? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ലിഖ് ദോ കുമാർ ഹോ.
അപ്പം അവരും അധികം അതിൽ ഡെലിബറേറ്റ് ചെയ്തിട്ടില്ല. പറഞ്ഞു എയ്ത് കുമാറാന്ന്. ഞാൻ പറഞ്ഞു അതെന്താ സംഭവം? പറഞ്ഞു എയ്ത്. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് ബധുമം എത്തിയാൽ മതിയല്ലോ. അപ്പോൾ എയ്തി കുമാർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശുദ്ധ അന്ന കബ്സെ, ശുദ്ധ അന്നം എന്ത് മുതൽ? ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ നിങ്ങളില്ല പഠിച്ചിട്ടൊന്നുമില്ല അധികം, ഞാൻ MBA പഠിച്ചു. അപ്പം സിസ്റ്റർ അതുകൊണ്ട് എന്താ? ഞാൻ പറഞ്ഞു സിസ്റ്റർ ഈ ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ്, ഞാൻ നല്ല നല്ല ക്വസ്റ്റ്യൻ എഴുതി തരാം. സിസ്റ്റർ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു സിസ്റ്ററെ, ആരെങ്കിലും എന്താ പറയുക, അല്ല ഖറാബ് ഭോജൻ, മോശം ഭക്ഷണം ആരും കഴിക്കുക? ഇപ്പം തക്കാളി വാങ്ങിച്ചു, തക്കാളിയിൽ എന്തൊക്കെയോ കേടുണ്ട്, അതുകൊണ്ട് ആരെങ്കിലും സബ്ജി ഉണ്ടാക്കി തിന്നുവോ? ഞാൻ പറഞ്ഞു ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കേടായ മോശമായ ഭക്ഷണം കഴിക്കൂലല്ലോ, ആരെങ്കിലും കഴിക്കുവോ? ഇല്ല. അപ്പം സിസ്റ്റർ പറഞ്ഞു അതെല്ലാം വിട്, താങ്കൾ ഇത് ഈ ശുദ്ധമായ ഭോജനം എപ്പം മുതൽ? ഞാൻ പറഞ്ഞു ജനിച്ച മുതൽ. ജനിച്ച മുതലല്ലേ നല്ലത്. ഇപ്പം പാല് ബോയിൽ ചെയ്തത് കേട് വന്നാലും നമ്മൾ കഴിക്കുവോ? ഇല്ല, അത് കളയുമല്ലോ. അപ്പം ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സിസ്റ്ററോട് ഭയങ്കര ഓപ്പൺ ആയിട്ട് ഡിസ്കഷൻ ചെയ്യും. അപ്പം സിസ്റ്ററോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ബച്പൻ സേ. സിസ്റ്റർ പറഞ്ഞു ഇന്ന് എവിടുന്നാന്ന് ഭക്ഷണം കഴിച്ചു? ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഹോട്ടലിൽ പോയിട്ട് കഴിച്ചു, നല്ല പ്ലേറ്റ് എല്ലാം നോക്കി കറക്റ്റായിട്ട് ക്ലീൻ ആയിരുന്നോ, ഗ്ലാസ് ശരിയാണോ, ഇത് ശരിയാണോ, അവിടെ നിന്ന് നല്ല ഭക്ഷണം കഴിച്ചു. അപ്പം സിസ്റ്റർ പറഞ്ഞു ലിഖോ നഹി, ശുദ്ധഭോജനം എപ്പം മുതൽ? ഏത് നഹി, നോ. ഞാൻ പറഞ്ഞു ഏത് നോ ആയാലും ശരി യെസ് ആയാലും എനിക്ക് മധുബൻ എത്തിയാൽ മതിയല്ലോ. ഞാൻ എഴുതി നോ. പിന്നെ ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻ എല്ലാം എഴുതിയിട്ട് സിസ്റ്റർ അത് കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് മധുബൻ പോവാൻ പെർമിഷൻ ഇല്ല. അപ്പോൾ സ്വാമി ഭായ് പറഞ്ഞു ഞാനും പോകുന്നുണ്ട്, അത് ലാസ്റ്റ് ടേൺ ആണ്, 30th March 1998. എനിക്ക് 97 ഗ്യാൻ കിട്ടിയത്. അത് ലാസ്റ്റ് ടേൺ ആണ്, അത് കഴിഞ്ഞ് ബാബ വരില്ല, പിന്നെ എല്ലാം വിനാശാവും. അപ്പം എനിക്ക് ഇനിയും പിന്നെ സ്വാമി ഭായ് പറഞ്ഞു സ്വർഗമാണ്. ഞാൻ പറഞ്ഞു ഈ കണ്ണുകൊണ്ട് സ്വർഗം അറ്റ്ലീസ്റ്റ് എനിക്ക് കാണണമല്ലോ. അപ്പം സ്വർഗം അതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി. ഞാൻ പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു പോകാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് അതൊരു ഷോക്കായിട്ട് വന്നു. ഞാൻ സിസ്റ്ററോട് പറഞ്ഞു നിങ്ങൾ ആരാന്ന് എന്നെ അവിടെ പോവാൻ സ്റ്റോപ്പാക്കുന്നത്? ഹു ആർ യു? അപ്പോൾ സിസ്റ്റർ വളരെ സ്നേഹത്തോട് പറഞ്ഞു ഞാൻ ലെറ്ററിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് അകത്ത് പോകാൻ പെർമിഷൻ ഉണ്ടാവില്ല. ഞാൻ സിസ്റ്ററുടെ കാലിൽ സിസ്റ്റർ പ്ലീസ് പെർമിഷൻ തന്നോ, പ്ലീസ് പെർമിഷൻ. എനിക്ക് അത്ര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പോകാൻ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഓക്കെ, ഒരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു എന്താ കണ്ടീഷൻ? പറഞ്ഞു ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, ഈ ശുദ്ധ ഭക്ഷണം എപ്പം മുതൽ, അത് കുറച്ച് ചേഞ്ച് ആക്കിയാൽ പെർമിഷൻ തരാം. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാൻ റെഡിയാണ്. പറഞ്ഞു അത്രയൊന്നും ചെയ്യണ്ട, ഈ ശുദ്ധ ഭക്ഷണം കഴിക്കണം. ഞാൻ പറഞ്ഞു സിസ്റ്റർ ഈ ശുദ്ധ ഭക്ഷണം എന്താണെന്ന് സംഭവം അത് അറ്റ്ലീസ്റ്റ് പറ. സോ ഷീ സെഡ് ഡെഫിനേഷൻ വേണമെങ്കിൽ എഴുതിക്കോളൂ, പവിത്ര ഹാത്തോ സേ ബനായാ ഹുവ, പവിത്ര കൈകൾ കൊണ്ട് ഉണ്ടാക്കി ഭക്ഷണം. നമ്പർ 1 कंडीशन पवित्र हाथों से बनाया हुआ, पवित्रता के सागर की याद में बनाया हुआ, പവിത്രത്തിന്റെ സാഗരത്തിന്റെ ഓർമ്മയിൽ ഉണ്ടാക്കിയ. ഫസ്റ്റ് പവിത്രം, പിന്നെ പവിത്രത്തിന്റെ സാഗരത്തിന്റെ ഓർമ്മത്തിൽ ഉണ്ടാക്കിയത്, പിന്നെ ഉസ്കോ സ്വീകാർ കറാക്കെ, അത് ഭോഗം കൊടുക്കണം ശിവബാബക്ക്. उस पवित्रता की सागर की याद में रहकर स्वीकार किया गया अन्न ही शुद्ध भोजनाണ്. ഞാൻ സിസ്റ്ററോട് പറഞ്ഞു ഒരു മിനിറ്റ് നിങ്ങൾ ഇത് കുറേ കണ്ടീഷൻ ഉണ്ട്, ഞാൻ എഴുതിയിട്ട് പവിത്ര ഹാത്ത്, പവിത്രता का सागर, पवित्रता की याद में, पवित्र उसको याद करके, അതെല്ലാം വായിച്ചിട്ട് ഞാൻ പറഞ്ഞു സിസ്റ്റർ ഞാൻ മൺഡേ മുതൽ ശുദ്ധഭോജനം കഴിക്കാം. സിസ്റ്റർ പറഞ്ഞു മൺഡേ മുതൽ എന്താണെന്ന് ഇപ്പം ചെയ്തൂടെ? ഞാൻ പറഞ്ഞു സിസ്റ്റർ ഞാൻ ന്യൂസ് പേപ്പറിലല്ലേ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ പോകുകയാണ്. സിസ്റ്റർ അഡ്വർടൈസ്മെൻറ്റോ? ഈ ശുദ്ധഭോജൻ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് എന്താ സംബന്ധം? ഞാൻ പറഞ്ഞു സിസ്റ്റർ ഞാനൊരു അഡ്വർടൈസ്മെൻറ്റ് എഴുതാൻ പോകുന്നത്, വാണ്ടഡ് ദോ പവിത്ര ഹാത്ത്, ഭക്ഷണം ഉണ്ടാക്കാൻ. അപ്പോൾ സിസ്റ്റർ അല്ലേ പറഞ്ഞ പവിത്ര ഹാത്തോസേ, ഇതെവിടെയാ പവിത്ര ഹാത്ത് എവിടെയാ കിട്ടുക? അതിൻ്റെ ഞാൻ ഒരു ഇൻഫർമേഷൻ കൊടുക്കും. സിസ്റ്റർ പറഞ്ഞു അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടി കിട്ടും, അതൊന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് മൗണ്ട് ആബു പോകണം, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഒരു സ്കോപ്പ് ഉണ്ട്,
ഞാൻ പറഞ്ഞു എന്താന്ന്. അപ്പം പറഞ്ഞു, അത് കേട്ടിട്ട് എനിക്ക് സന്തോഷമായി, പക്ഷെ കുറച്ച് കൺഫ്യൂഷനുമായി. സിസ്റ്റർ പറഞ്ഞു, ഗിരീഷ് ഭായ് ആപ്പ് ബനാ സക്തേ ഹോ ക്യാ, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ സന്തോഷം ഈസിയായി മൗണ്ട് അബു പോവാൻ. പക്ഷേ കുറച്ച് ഡൗട്ടും കൺഫ്യൂഷൻ എന്തായി, അല്ല സന്തോഷം വാർത്ത ഫസ്റ്റ് ടൈം എനിക്ക് മനസ്സിലായി എൻ്റെ കൈ പവിത്രമാണ്. സിസ്റ്റർ സർട്ടിഫൈ ചെയ്തല്ലോ, ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ കൈ പവിത്രമാണ്. പക്ഷെ കുറച്ച് ഒരു കൺഫ്യൂഷനായി, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. അതുവരെ ഞാൻ ഹോസ്റ്റലിലും പിന്നെ ഹോട്ടലിലെല്ലാം കഴിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ മൗണ്ട് ആബു പോകണം പറഞ്ഞിട്ട് ഞാൻ ഹോസ്റ്റൽ വിട്ടിട്ട് എൻ്റെ 2-3 ഫ്രണ്ട്സ് ആക്കിയിട്ട് ഒരു റൂം എടുത്തു. അവിടെയും കാശ് ചിലവാക്കി, പിന്നെ കോണ്ടാക്ട്സ് വെച്ചിട്ട് സിലിണ്ടർ, പിന്നെ പാത്രങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ എന്ത് വന്നാലും ശരി, ശിവ് ബാബ എനിക്ക് മൗണ്ട് ആബു പോകണം. അതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറയാം. നമ്പർ 1 ആരാ പറയുന്നത്? സുപ്രീം. നിങ്ങൾ എന്തിനാ സുപ്രീം സർജൻ്റെ അടുത്ത് പോയത്? അസുഖം മാറ്റാൻ. ഏത് അസുഖം? ദേഹപാനം. ഈ മനസ്സുകൊണ്ടാണ് ദേഹപാനം വരുന്നത്. മനസ്സ് ഇതിനെ കട്ടാക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ ഡിസ്കസ് ചെയ്ത്. കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ സോൾ കോൺഷ്യസ്, റൈറ്റ്? ഈ ദേഹപാനത്തിലേക്ക് അത് ഇറ്റ്സ് പുള്ളിങ് യു ഡൗൺ. അത് ഞാനും നിങ്ങളും സൈക്കോളജിസ്റ്റും ന്യൂട്രീഷണലിസ്റ്റും ഡയറ്റീഷ്യൻസ് അല്ല പറയുന്നത്. ആരാ പറയുന്നത്? ക്യോंकि शिव बाबा रचता है, रचना बनाने वाला. അവർക്കറിയാം എന്ത് ചെയ്താൽ കുട്ടികളെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ദേഹഭാനം ഇപ്പം വർത്തമാന കാലത്തിൽ മാറ്റിയിട്ട് സോൾ കോൺഷ്യസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അതിൻ്റെ ഒരു ബാരിയറാണ് ജേസ അന്ന് പെസാമാൻ. അത് കണക്ഷൻ ഉണ്ട്, വളരെ ഈസിയാണ്. അത് കേട്ടു, ടക്ക് 1 സെക്കൻഡ്, ഇനി ഇന്ന് മുതൽ ഞാൻ പുറത്ത് ഭക്ഷണം കഴിക്കില്ല. ഇനി എന്തായാലും ശരി, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. ഐ റിമെമ്പർ ഒരു 2 ആഴ്ചത്തേക്ക്, സമയമില്ല പക്ഷെ പിന്നെ ഫാസ്റ്റ് പറയാം. ഞാൻ ചേച്ചിയോട് ഫോൺ ചെയ്തു, നമ്മളുടെ ലോക്കിക് സിസ്റ്ററോട് ഫോൺ ചെയ്തു, ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ ചേച്ചി പറഞ്ഞു, കുക്കറിൽ 2 കൈ പിടി റൈസ്, പിന്നെ അല്ല 1 കട്ടോറി റൈസ്, 2 കട്ടോറി വെള്ളം, 3 വിസിൽ. അതിങ്ങനെ പോയി. പക്ഷെ മാർക്കറ്റിൽ കുറേ വെറൈറ്റി ഉള്ള അരിയാണ് കിട്ടുന്നത്. ഞാൻ ഒരു കപ്പ് റൈസ്, 2 വാട്ടി വെള്ളം, 3 വിസിൽ. ചില അരി വന്നിട്ടേ ഇല്ല, ചില അരി വന്നിട്ട് അത് കറുത്ത് പോയി, അങ്ങനെയല്ലാന്ന്. പിന്നെ ലോക്കിക് സിസ്റ്റർ പറഞ്ഞു, അവർ കുറച്ച് ഒബ്സസ്ഡ് ആണ് ക്ലീൻലിനെസ്. പൊടി ഇത് ഇവിടെ ടച്ച് ചെയ്യാൻ പാടില്ല, അപ്പോഴാണ്. അപ്പം സിസ്റ്റർ എന്നോട് പറഞ്ഞു, ലതാ സിസ്റ്റർ എന്നോട് പറഞ്ഞു, പച്ചക്കറി മുറിച്ച് കഴുകി വേണം ഉണ്ടാക്കാൻ. പറഞ്ഞു ഓക്കെ. പിന്നെ ഭിണ്ടി, വെണ്ടക്ക മുറിച്ച് വെള്ളത്തിലിട്ട് അങ്ങനെ കഴുകിയാൽ എങ്ങനെയായിരിക്കും സ്ഥിതി? അതെല്ലാം പശ മാതിരി, എനിക്കറിയില്ല. പിന്നെ പാലക്, ചീര, നോർത്ത് ഇന്ത്യയിൽ ചീര കിട്ടുമ്പോൾ അത് വേവിക്കുമ്പോൾ അത് വെള്ളം വിടും, ഇറ്റ് വിൽ റിലീസ് വാട്ടർ. അതെനിക്കറിയില്ല. ഇത് അതിൽ ഞാൻ ദാലും ഇട്ടു, പിന്നെ 2 മഗ് വെള്ളം ഇട്ടു, പിന്നെ അതിൽ പാലൊക്കെ ഇട്ടു. അത് ബോയിലായിട്ട് 2 മണിക്കൂർ. അതൊന്നും സബ്ജിയായ മാതിരി കാണുന്നില്ല. അങ്ങനെയാണ് 2 ആഴ്ച. പിന്നെ സിസ്റ്റർ പറഞ്ഞു, ഗിരീഷ് ഭായ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഫോം ഇത്. അപ്പം ഫോമിൽ ശുദ്ധ ഭോജൻ കബ്സേ. അപ്പം ഞാൻ എഴുതി 14 days, 13 days, 14 days. അപ്പോൾ സിസ്റ്റർ കുറച്ച് സർപ്രൈസ് ആയിട്ട് പറഞ്ഞു, इतना दिन तुमने पवित्र भोजन खाया? मैंने कहा नहीं सिस्टर, पवित्र भोजन बनाया और फेंका, खाया कहाँ? ഉണ്ടാക്കി കളഞ്ഞു, കഴിക്കാൻ കൊള്ളണ്ടേ? എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ 3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെന്നെ കളിയാക്കിയിട്ട് അവരെന്താ പറയുന്നത് പറയട്ടെ, കുമാർ ലൈഫ് ഉണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് ആരോടെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ, പെൺകുട്ടിയായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തരും, ആക്കിയിട്ട് തരും. ഈ ഗിരീഷ് ഭായിൻ്റെ എന്തോ വേറെ കഥയാണ്. ഇത് ഏതോ ബ്രഹ്മകുമാരീൻ്റെ പിന്നാലെ പോയിട്ട് സ്വന്തം ഭക്ഷണം ഉണ്ടാക്കുന്നത്, അത് കഴിക്കാനും പറ്റുന്നില്ല. നിങ്ങൾക്ക് ആരോട് സ്നേഹം ഉണ്ടെങ്കിൽ അവരുണ്ടാക്കി തരുമല്ലോ, നിങ്ങൾക്കറിയില്ലെങ്കിൽ. ഇത് കുമാരി, ബ്രഹ്മകുമാരി, അവർക്കറിയില്ല, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്. അവർ കാണുന്നുണ്ടല്ലോ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, അവർ ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്നുണ്ട്, ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് പഠിപ്പും വിട്ടിട്ട്. പക്ഷെ ബാബാക്ക കമാലെ എൻ്റെ എക്സാമിലോ ഫ്യൂച്ചറിൻ്റെ കരിയറിലോ ഒരു പ്രശ്നം വരില്ല. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതെല്ലാം? ഇതിനു വേണ്ടിയിട്ട്. ഇത് ആരുടെ ഡയറക്ഷനാ?
പിന്നെ ആ പ്രശ്നം സോൾവ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആരുടെയാ? ഓൺലി വൺ സ്റ്റെപ്പ്, ഹിമ്മത്ത് കാ ഏക് കദം. ബാബ ഇന്ന് മുതൽ ഈ ഭട്ടി കഴിഞ്ഞിട്ട് പത്രം എഴുത് വിത്ത് കംപ്ലീറ്റ് ഡെഡിക്കേഷൻ, കംപ്ലീറ്റ് സെൻസ്. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, സോറി, അതും കൂടി ബാബ മാഫ് ചെയ്യും. പക്ഷെ ഇന്നു മുതൽ ഞാൻ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, പവിത്രത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണോ യോർ ഡയറക്ഷൻ, അത് 100%, അതിൽ 0.1% മന്മത്ത് മിക്സ് ചെയ്ത് കുറച്ച് ശക്തി അതിട്ടിട്ട് ചെയ്യണം. എന്ത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ സിസ്റ്റർ പറഞ്ഞു എന്താ കഴിച്ചത്? ഞാൻ പറഞ്ഞു വെജിറ്റബിൾസ്, ഫ്രൂട്ടും നിങ്ങളുടെ ടോലി. എനിക്ക് സിസ്റ്ററോട് എന്തിനാ സ്നേഹം ഉണ്ടായിരുന്നു പറയട്ടെ. എന്താ വെച്ചാൽ കുറേ ഗിരീഷ് ഭായ് നിങ്ങൾ ക്യാ പോലത്തെ ടോലി പിന്നെ ഭക്ഷണം ഇതെല്ലാം പണ്ടേ തരുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഇറ്റ് വാസ് കണ്ടിന്യൂയിങ്. സോ ഞാനും കഴിക്കും, പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും കൊടുക്കും. ദാറ്റ് വാസ് സഫിഷ്യൻറ്റ് ഇനഫ്. അതുകൊണ്ട് ഒരു അസുഖം വരില്ല, ഉൾട്ട അസുഖം ശരിയാവും. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? സുപ്രീം സർജൻ, ഹീ നോസ്. ഓരോരോ കുട്ടിക്ക് പേഴ്സണലായിട്ട് ടെൻഷൻ ഉണ്ട്. സിസ്റ്റർ ചിലപ്പോൾ സമയമില്ല, പ്രിയ സിസ്റ്ററിനോട് ചോദിച്ചിട്ടില്ല, ഓം ശാന്തി പറഞ്ഞിട്ടില്ല, അവർക്ക് ചിലപ്പം പറ്റത്തില്ല. ബ്രഹ്മബാബക്കും പറ്റത്തില്ല. അതുകൊണ്ട് ബ്രഹ്മബാബ 1969 വിട്ടു. പേഴ്സണൽ അറ്റൻഷൻ, യു ക്യാൻ ഫീൽ ഇറ്റ് ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ്. എങ്ങനെ ശിവബാബ ബ്രഹ്മബാബ നിങ്ങൾ പേഴ്സണലായിട്ട് കെയർ ചെയ്യും, ഇനി എന്ത് കാര്യമായാലും ശരി. ബിക്കോസ് നിങ്ങൾ ആരുടെ ഡയറക്ഷനാണ് ഫോളോ ചെയ്യുന്നത്? അതൊരു ദേഹധാരിയല്ല. ദേഹധാരിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ശിവ് ബാബക്ക് ബ്രഹ്മബാബക്ക് അൺലിമിറ്റഡ് അതിൽ ഒരു കണ്ടീഷൻ ഇല്ല. ഹീ ക്യാൻ ഡു എനിത്തിങ് ആൻഡ് എവറിത്തിങ്. ഐ മീൻ ദാറ്റ്സ് ദ പവർ. പക്ഷെ അതൊന്നും നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല. എക്സ്പ്ലോയിറ്റ് ഇസ് നോട്ട് റൈറ്റ് വേർഡ്. അതൊന്നും യൂസ് ചെയ്യുന്നില്ല. ആൾക്കാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, ലോക് ലാജ് ऐसा थोड़ी ना होता है, कौन किया है. കേരളത്തിൽ ഇതൊന്നും നടക്കൂല, മൗണ്ട് ആബൂൽ നടക്കും. അതെല്ലാം നമ്മളുടെ തന്നെ ഒരു മിക്സാണ്. മൂന്നാമത്തെ ധാരണ വെരി ഇമ്പോർട്ടൻറ്റ്, അതാണ് ദിവ്യ ഗുണോക്കി ധാരണ. ഇതും കണ്ടീഷനാണ്. മുരളി വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്, എക്സാം എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ദിവ്യ ഗുണോക്കി ധാരണ ഇല്ലെങ്കിൽ, ഞാൻ പവിത്രവുമാണ്, ഭക്ഷണം പുറത്തുനിന്നൊന്നും കഴിക്കുന്നില്ല, പക്ഷേ ദേഷ്യം വരുന്നുണ്ട്, സഹനശക്തിയില്ല, പ്രസന്നത നെയ്യ്, കോമലത നെയ്യ്. അതുകൊണ്ടാണ് വീട്ടുകാർ നമ്മളായിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ല. എന്താ വെച്ചാൽ അമ്മ 3 മണിക്കല്ല മെഡിറ്റേഷൻ, വൈറ്റ് ബാഡ്ജ്, ഇത് തൊടത്തില്ല, അത് തൊടത്തില്ല, അതെല്ലാം ചെയ്യുന്നുണ്ട്. സെൻറ്ററെല്ലാം പോകുന്നുണ്ട്. വീട്ടിൽ മകൻ കുറച്ചധികം നേരം കടന്നുറങ്ങുന്നുണ്ട്. അമ്മ ഒരു പ്രാവശ്യം പറയും, മോനെ, കണ്ണ, മുത്തേ, ചക്കര, പ്ലീസ് എണീക്കടാ, മീഠേ ബച്ചേ, പ്യാരെ ബച്ചേ. ഫസ്റ്റ് ടൈം അത് കേൾക്കുമ്പോൾ മകനോ കുട്ടിക്ക് അധികം ഉറക്കം വരുമോ, ഉറക്കത്തിൽ നിന്ന് പുറത്ത് വരുമോ? അത്ര സുമധുരമായ മഹാവാക്യങ്ങൾ. ഇനി നല്ലപോലെ കുട്ടി ഉറങ്ങുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം എടാ, ഫസ്റ്റ് ടൈം എങ്ങനെയായിരുന്നു? കണ്ണാമുത്തേ. രണ്ടാമത്തെ പ്രാവശ്യം എടാ, അടയാവും കുറച്ചും കൂടി സ്നേഹത്തോടെ ആയിരിക്കും. മൂന്നാമത്തെ എടാ കുറച്ചും കൂടി. നാലാമത്തെ, അഞ്ചാമത്തെ പ്രാവശ്യം അമ്മ ശാന്തിൻ്റെ ടിക്ലി പൊട്ട്, ശാന്തിൻ്റെ പൊട്ട് എടുത്ത് ഡ്രസ്സിങ് ടേബിളിൽ, ശാന്തി ഡ്രസ്സിങ് ടേബിളിൽ ഞാൻ ദുർഗ, കാളി, മഹാകാളി, ഭദ്രകാളി, അസുര സംഹാരിണി. പിന്നെ രണ്ടാമത്തെ സ്നേഹത്തിൻ്റെ സ്വർണത്തിൻ്റെ മാല, അതും ഡ്രസ്സിങ് ടേബിൾ. പിന്നെ സഹൻ ശക്തിൻ്റെ വള, പിന്നെ ഇതിൻ്റെയും വള. ഏതൊക്കെ ശൃംഗാരം ശിവബാബ ദിവ്യ ഗുണം ദേവിക്ക് ചെയ്യുന്ന അതെല്ലാം എല്ലാ ദിവസം മുരളിയിൽ ചെയ്യുന്നത്, അതെല്ലാം ഞാൻ പുറത്ത്. ഇനി ഞാൻ ഇവൻ്റെ അടുത്ത് പോയിട്ട് ഒച്ചത്തിൽ എത്ര നേരമെന്ന് പറയുന്നത് കേൾക്കുന്നില്ല. അപ്പം മകനോ വീട്ടുകാരോ ഒരു കണ്ണ് തുറന്നിട്ട് മനസ്സിൽ വിചാരിക്കും, ഇവരെ കാട്ടിയും അധികം ശാന്തി എനിക്കാണ്. ഇത് ഓം ശാന്തി പറയാൻ മാത്രം, കാണിക്കാൻ മാത്രം, ഡ്രസ്സിൽ മാത്രം, പോകാൻ മാത്രം, സെൻറ്ററിൽ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് അമ്മേൻ്റെ ശാന്തി ഗോഡ്.
ഞാൻ രണ്ട് ദിവസത്തേക്ക് എനിക്ക് മെഡിറ്റേഷനും ചെയ്തിട്ടില്ല, ബ്രഹ്മകുമാരിയിലും പോയിട്ടില്ല, ഗിരീഷ് ഭായിൻ്റെ ലെക്ചറും കേട്ടിട്ടില്ല, ശിവാണി മാൻ ഒന്നും ചെയ്യാണ്ട് തന്നെ എനിക്ക് 2 ദിവസം ഞാൻ ശാന്തമായിട്ട്, അമ്മ ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ശാന്തമായിട്ടിരിക്കാം. പക്ഷെ അമ്മക്ക് അച്ഛന് പറ്റുന്നില്ല, BKസിന് പറ്റുന്നില്ല. അവിടെ വെച്ചിട്ട് ഞാൻ അവരോട് പറയുന്നുണ്ട്, പ്ലീസ് മോനെ, ഇല്ലെങ്കിൽ വീട്ടുകാരോട് നിങ്ങളും വാ, മെഡിറ്റേഷൻ, സ്വർഗം, ദേവി, ഭഗവാൻ ഇഷ്ടപ്പെടുവോ, മനസ്സിലാവുമോ അവർക്ക്? സോ ദിവ്യ ഗുണോക്കി ധാരണ, അതാണ് 3-ാമത്തെ കാല്. ഇതില്ലെങ്കിൽ എത്ര മുരളി, എത്ര ഭഗവാൻ, വിത്ത് ഡ്യൂ റെസ്പെക്ട്, ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് യു ടു എക്സ്പീരിയൻസ്. ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതെനിക്ക് അനുഭവം ചെയ്യാൻ പറ്റില്ല. പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, കുറേ സന്തോഷമുണ്ട്, പ്രസന്നതയുണ്ട്, ടീക്കേ, യു ക്യാൻ ഫൂൾ ദ ഹോൾ വേൾഡ്, ബട്ട് ദ റിയാലിറ്റി ഈസ് യു കെ നോട്ട് ഫൂൾ യുവർ സെൽഫ്. സ്വയമനത്തിനെ വിഡ്ഢിയാക്കാൻ പറ്റത്തില്ല. Fourth is സത്സംഗ. ബാബ സത്യ, ബ്രാഹ്മൺ പരിവാർ സത്യ, ബാബൻ്റെ സത്യജ്ഞാൻ, സത്യധർമ്മം. 7 qualities of the soul is സത്യധർമ്മം. അതിൽ നിൽക്കണം. അതിൽ മുരളി ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, ഇതാണ് ധാരണ. അപ്പം ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ പോയിക്കോട്ടെ. ഡോക്ടർ പറഞ്ഞു വെയിറ്റ്. ആ ഡോക്ടറെ ഞാൻ പറഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പം ഡോക്ടർ പറഞ്ഞു ഈ അസുഖമെല്ലാം കുറച്ച് ശരിയാവുന്ന സ്ഥിതിയിൽ രാവിലെ കുറച്ച് വേഗം എണീറ്റ് കുറച്ച് വാക്കിംഗ് ചെയ്യ്, കുറച്ച് പ്രാണായാമം ചെയ്യ്, കുറച്ച് യോഗ ചെയ്യ്, കുറച്ച് എക്സസൈസ് ചെയ്യ്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് എന്താവും? അപ്പം ഡോക്ടർ പറഞ്ഞു ഇപ്പം ഞാൻ മരുന്ന് തരുന്നുണ്ട്, ആ മരുന്ന് വെച്ചിട്ട് ഇപ്പോഴത്തെ അസുഖം മാറും, പക്ഷേ ഈ എക്സർസൈസ് ചെയ്താൽ ഭവിഷ്യത്തിൽ പിന്നെ ഈ വൈറൽ അറ്റാക്ക് നിങ്ങളെ ബാധിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് യുവർ ഇമ്മ്യൂണിറ്റി, യുവർ ഇൻറ്റേർണൽ ഓർഗൻ സിസ്റ്റംസ് ഹാവ് ബിക്കം സ്ട്രോങ്. അവിടെയാണ് എക്സസൈസ്. എക്സസൈസ് ശരീരത്തിന് ബലം കൊടുക്കും, ഹിമ്മത്തേക. ഞാൻ കുറേ എക്സസൈസ് ചെയ്യുന്നുണ്ട് ഇപ്പം. സ്വാമിഭായിനെ ഒരു ദിവസം ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ പറയാമെന്ന്, യു ഹാവ് ബിക്കം എൻ എക്സ്പേർട്ട്. ഈ മസിലിന് വേണ്ടിയിട്ട് ഈ എക്സസൈസ്, ഈ മസിലിന് വേണ്ടി ഞാൻ അത്ര ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ശിവബാബ നമുക്കൊരു എക്സസൈസ് പറഞ്ഞു തരില്ല, അതിൻ്റെ പേരാണ് യോഗ്. അവിടെയാണ് രാവിലെ എണീറ്റിട്ട് ഡ്രസ്സെല്ലാം മാറിയിട്ട് ട്രാക്ക് സൂട്ട് ഇട്ടിട്ട് മുഖം കഴുകിയിട്ട് തണുപ്പിന് കോൾഡ് ഷോൾഡറാണ്. ഡോക്ടർ എന്താ പറയുക പറയട്ടെ, ഒരു ചക്രം കൊടുക്കും, ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യ്. ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം. ഇവിടെയാണ് വേദന. ഡോക്ടർ പറയുന്നത് ഇത് മൊബിലിറ്റി വരണം, ഈ കയ്യിന് സ്ട്രെങ്ത് വരണം. അതുമാതിരി തന്നെ ആലസ്യ, അൽബേലാപ്പന, ഏത് മെഡിറ്റേഷനിലാണ് 4 മണിക്ക് എണീറ്റ്, ഏത് രാജയോഗിയിൽ, ഏത് പുറത്തെ ലോകത്തിലാണ് 4 മണിക്ക് എണീക്കണ്ടേ? ഇവിടെ കമ്പൽസറി ആയിട്ട് 3:30. ചിലവർ ഈ എന്താ പറയുക, ലോക്ക്ഡൗണിൻ്റെ സമയത്ത് 2 മണിക്ക് 2 BKs ചെയ്തിട്ടുണ്ട്, 2 to 5. അത്ര ഉമങ്കുത്സാഹം വേണം, സമയമില്ല. ആൻഡ് ഐ ആം വേസ്റ്റിംഗ് ടൈം. യൂട്യൂബ്, വാട്സാപ്പ്, ഇത് അത്. യു എക്സ്പീരിയൻസ് ഹൗ ഇസ് ഇറ്റ് ഫീലിംഗ് നൗ? അങ്ങനെയാണ് ദാദിമാരുണ്ട്. ദാദിമാർക്ക് യൂട്യൂബ് വേൾഡിൻ്റെ ഒരു 14 years ബാബ അവർ പുറത്ത് ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല. പാർട്ടീഷൻ, എത്ര പേര് അതിൽ ഇന്ത്യൻ പാകിസ്ഥാനീസ് അവരുടെ ലൈഫ് പോയി. ദ പാർട്ടീഷൻ ഓഫ് ദ 1947. ദാദിമാർ വാസ് ഇൻ എ ഡിഫറെൻറ്റ് വേൾഡ്. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് ഈസ് സദാ സുഖ ശാന്തിക്ക് അനുഭൂതി. ആ ദാദിമാർ ഈ റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കെല്ലാവർക്കും എന്ത് അനുഭവം കിട്ടും? ശാന്തിൻ്റെ അനുഭവം. ഞാൻ എൻ്റെ ലൈഫ് എവിടെയാണ് വേസ്റ്റ് ചെയ്യുന്നത്? ഇഫ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഇറ്റ് ഈസ് ഓക്കെ, ബട്ട് വേസ്റ്റ് ഈ ചെറിയ ചെറിയ കാര്യമാണ്. ഇന്ന് നിങ്ങൾ വേസ്റ്റ് ചെയ്തിട്ടില്ല, എന്താ വെച്ചാൽ എക്സാം, അത്ര ടെൻഷനായിരുന്നു. അതുമാതിരി എല്ലാ ദിവസവും ചെറിയ ടെൻഷൻ, നിരാകാരി അവസ്ഥ, അശരീരം. എത്ര പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? നാളെ ഇവിടെ വന്നിട്ട് അകലബട്ടിയിൽ നിങ്ങൾ മീനാക്ഷി സിസ്റ്ററോട് പറയണം, സിസ്റ്റർ ഞാൻ ധാരണ ക്ലാസ് എടുക്കാം. ഞാൻ അനുഭവം ചെയ്തിട്ടുണ്ട്. എന്തനുഭവം? ഈ പരിസ്ഥിതിയിലും ഞാൻ എൻ്റെ മനസ്സ്, ഇന്ന് ബാബ പറഞ്ഞു മനക്ക് ശക്തി, തന്നക്ക് ശക്തി. അസുഖമുണ്ട്, പക്ഷെ ആത്മാസുഖത്തിലാണ്. കഷ്ട കാ ലഹർ നെയ് ഫെലാ റഹി ഹൈ. പേടിയില്ല. എന്നോട് ആരോ ചോദിച്ചു നിങ്ങൾക്ക് ഇത്ര വേദന ഉണ്ട്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്? ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഞാൻ അമൃത്വേല ബാബയോട് ചോദിച്ചു, ബാബ ക്യാ ഹൈ ठीक नहीं. ഇപ്പോഴും അത് കുറച്ച് ഇതിലാണ്. അപ്പോൾ ശിവബാബ ഒരു ടച്ചിങ്, ശിവബാബ പറഞ്ഞു ബच्चे अंत समय में आपके पास ऐसे ऐसे लोग आएंगे जिसका कोई समाधान नहीं होगा. അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല.
ഇത് ചെയ്താൽ നിങ്ങളുടെ പ്രശ്നം മാറും, ഇത് ചെയ്യാനുള്ള ഒന്നും സ്കോപ്പില്ല. അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടത്? അത് സഹന ചെയ്തേ പറ്റൂ. അവർക്ക് സഹനശക്തി ഇല്ല, ആ ശക്തി ഞാൻ കൊടുക്കണം. അപ്പം ശിവബാബ പറഞ്ഞു, കണ്ണാ നീ ഒന്ന് ചെയ്ത് കാണിക്കും മോനെ. ഇടുപ്പ് വേദന ഉണ്ട്, അതിൻ്റെ ഒരു സൊല്യൂഷൻ ഇല്ല. അത് വേദന വെച്ചിട്ട് നിങ്ങളുടെ 24 മണിക്കൂർ സദാ സുഖി ചരിച്ചുകൊണ്ട് എങ്ങനെ ബ്രാഹ്മണ ജീവൻ നിങ്ങൾ ഫസ്റ്റ് അനുഭവം ചെയ്യും, പിന്നെയല്ലേ നിങ്ങൾ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കുക. മേ ബി, ഐ ഡോണ്ട് നോ. ഞാൻ പറഞ്ഞു ഓക്കെ, ഇനി എന്ത് വന്നാലും ശരി ഞാൻ എൻ്റെ റൂട്ടീൻ ഫോളോ ചെയ്യും. അതെനിക്ക് എക്സ്പീരിയൻസുമായി. സോ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് എക്സർസൈസ്. ഒരു പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങളുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ എക്സർസൈസ് ചെയ്യാൻ ഇനിയും ആഗ്രഹം ഉണ്ടാവും. അതിൻ്റെ ഒരു സയൻറ്റിഫിക് ടേമാണ് വിച്ച് വി കോൾ ഇറ്റ് ആസ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അത് സയൻറ്റിഫിക് ടേമാണ്. ബ്രെയിന് ഒരു ക്ലാസിഫിക്കേഷൻ, ബ്രെയിനിൻ്റെ 2 ടൈപ്സ് ഓഫ് ബ്രെയിൻ ഉണ്ട്. ഒന്നാണ് കെമിക്കൽ ബ്രെയിൻ. ഡിപ്രഷൻ, എൻസൈറ്റി ഇതെല്ലാം കെമിക്കൽ പ്രോബ്ലമാണ്. അതിൽ കുറേ ദ്രവ്യങ്ങളുണ്ട്. അതിൻ്റെ ഇംബാലൻസ് ആയാൽ പിന്നെ ഡിപ്രഷൻ, പിന്നെ മനസ്സ് പ്രശ്നമാക്കും. രണ്ടാമത്തെയാണ് ഇലക്ട്രിക്കൽ ബ്രെയിൻ. ഇതിൽ കുറേ വയറും ഉണ്ട്. ഈ ലോകത്ത് ഒരു മെഷീനിൽ അത്ര വയറില്ല, അത്ര ഇവിടെ കണക്ഷൻസ് ഉണ്ട്. ദാറ്റ്സ് കോൾഡ് ദി ഇലക്ട്രിക്കൽ ബ്രെയിൻ. നെർവ് കണക്ഷൻസ് ഉണ്ട്. സയൻറ്റിസ്റ്റ് പറയുന്നത് ലണ്ടനിൽ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ മേലെ എക്സ്പെരിമെൻറ്റ് ചെയ്തതാണ്. നിങ്ങൾ കാണാം, പോയിട്ട് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തതിന് മനസ്സിലാവും. ഒരു കാര്യം മനുഷ്യൻ ബാർ വീണ്ടും വീണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച്, അത് പറയുന്നുണ്ട് അവർ, ഒരു 21 ദിവസം, അതിനൊരു സയൻറ്റിഫിക് പ്രൂഫ് ഇല്ല, പക്ഷെ കുറച്ച് ഫൈൻഡിങ്സ് ഉണ്ട്. 21 ദിവസം ഏതെങ്കിലും ഒരു കാര്യം, നല്ലതായാലും ശരി ചീത്തയായാലും ശരി, അത് നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് 21 ദിവസം ആത്മാർത്ഥതയോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ, കംപ്ലീറ്റ് മൈൻഡ് ബോഡി എനർജി ഫോക്കസ്ഡ് ആയിട്ട് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ കാര്യം 22ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് ചെയ്യാൻ ഈ ബ്രെയിൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് അതിന് പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഡു ഇറ്റ് മോർ ഈസിലി. ഫോർ എക്സാമ്പിൾ, ഞാൻ നാളെ അമൃത് വേല എണീറ്റിട്ടില്ല, അസുഖമാണ്, തലവേദനയാണ്, ഇതാണ്, ഇന്നലെ ചെയ്തു, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ. 2ാമത്തെ ദിവസം പിന്നെ വേറെ എന്തും കാരണം, അങ്ങനെ ഞാൻ ഡിലേ ചെയ്തു. യു ഡു ഇറ്റ് ഫോർ സം ടൈം, ഐ വിൽ ബെറ്റ് യു, പിന്നെ അത് ബ്രേക്ക് ചെയ്യാൻ, പിന്നെ നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെ 4 മണീൻ്റെ അലാറം ബന്ധാക്കണം, പിന്നെ ഉറങ്ങണം, അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ ചെയ്യണം, അത് ബ്രെയിൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ബിക്കം മോർ ആലസ്യം, അൽബിലപ്പൻ. പക്ഷേ ഇനി എന്ത് വന്നാലും ശരി എനിക്ക് എണീക്കണം, വേദനയായാലും ശരി, തലവേദനയായാലും ശരി, 2ാമത്തെ ദിവസം, 3ാമത്തെ 21 ഡേയ്സ്. ആഫ്റ്റർ ദാറ്റ് 21 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എണീക്കാൻ നാച്ചുറൽ, ഇന്നലെ സ്വാമിഭായ് പറഞ്ഞ പോലെ സ്വരൂപ്, ഇറ്റ് വിൽ ബിക്കം എ പാർട്ട് ഓഫ് യു. നിങ്ങളുടെ നാച്ചുറൽ സൈക്കിളിൻ്റെ അതൊരു അഭിന്ന അംഗമായിട്ട് മാറും. അതാണ് മെഡിക്കൽ സയൻസ്, ന്യൂറോ സയൻസ് പറയുന്നത്. സോ എക്സർസൈസ് ഈസ് യോഗം. യോഗത്തിൽ 2 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു കോൺസെൻട്രേഷൻ. 2ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം ഈസ് ഡിറ്റാച്ച്മെൻറ്റ്. എത്രമാത്രം ഞാൻ ഡിറ്റാച്ച് ആവാൻ പറ്റുന്നില്ല, അത്ര ഡിഫിക്കൾട്ടായിരിക്കും അവിടെ കണക്ട് ചെയ്യാൻ. ഇവിടുന്ന് ഡിറ്റാച്ച് ആവാണ്ട് അവിടെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഡിറ്റാച്ച്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരു സൂക്ഷ്മമായ ഡിറ്റാച്ച്മെൻ്റ് ആണ് ആൾക്കാർ, പദാർത്ഥങ്ങൾ, ലോകം, അതെല്ലാം ടീക്ക് സ്ഥൂലമായിട്ട്. ഏറ്റവും സൂക്ഷ്മമായ ഡിറ്റാച്ച്മെൻറ്റ് ഈസ് എൻ്റെ മനസ്സിൽ വരുന്ന സങ്കല്പവും ഞാൻ തേർഡ് പാർട്ടി നോക്കണം. ഞാൻ സ്വാമി ഭായിനെ കാണുന്നില്ലേ, അതുമാതിരി ഞാനാര്? ആത്മാ. ഞാൻ മനസ്സാണോ? ഞാൻ മനസ്സ്, എൻ്റെ മനസ്സ് ഏതാന്ന് റൈറ്റ്? എൻ്റെ മനസ്സ്. ഞാൻ കൈ, എൻ്റെ കൈ, ഞാൻ കൈയല്ല. ഞാൻ ഗിരീഷ് ഭായ് ആത്മാ ഈ കണ്ണുകൊണ്ട് ഈ കൈ കാണുന്നുണ്ട്. അതുമാതിരി ആത്മാ സൂക്ഷ്മ കണ്ണുകൊണ്ട് ഗിരീഷ് ഭായിൻ്റെ മനസ്സ് എന്താ ഉൽപ്പന്നിക്കുന്നത്, എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്. കെൻ ഐ സീ ഇറ്റ്? ഈ കൈ എഴുതുന്നുണ്ട്, ഇന്ന് ഹാൻഡ് റൈറ്റിംഗ് ശരിയില്ല, കുറച്ച് നല്ലപോലെ എഴുതുന്നു, ഓ ഇവിടെ മിസ്റ്റേക്കായി. ഐ ക്യാൻ സീ ഇറ്റ്.
ഇതേമാതിരി ഞാൻ സൂക്ഷ്മരൂപത്തിൽ എൻ്റെ മനസ്സിൻ്റെ വിചാരങ്ങൾ കാണണം. ഓക്കെ വിചാരം, ഗോ. ഇത് വേണ്ടാത്ത വിചാരമാണ്, ശരിയല്ല, സ്റ്റോപ്പ്. മാലിക് ഹോ. ഇന്ന് തന്നെ ബാബ പറഞ്ഞു, മൻ കെ മാലിക്. ക്യാൻ ഐ സീ ആൻഡ് ഒബ്സർവ് മൈ ഓൺ തോട്ട്സ്? ഞാൻ മിററിൽ എൻ്റെ ശരീരം കാണുന്നുണ്ട്. അതുമാതിരി യോഗം ഇസ് ടു സീ യുവർ ഓൺ തോട്ട്സ്, ചെക്ക് യുവർ തോട്ട്സ് ആൻഡ് ചേഞ്ച് ഇറ്റ്. നോട്ട് അലൗഡ്. ഒരാൾ ശരിയല്ല, ആളില്ല, എൻ്റെ വീട്ടിൽ വരുന്നുണ്ട്, ഞാൻ വീട്ടിൽ പൂട്ടി. നോ, യു ആർ നോട്ട് അലൗഡ്. എനിക്ക് ആവശ്യമില്ല നിങ്ങൾ ചീത്ത ആളാണ്, ഫോർ എക്സാമ്പിൾ. അതുമാതിരി എൻ്റെ മനസ്സിൻ്റെ ഡോറ് നോട്ട് അലൗഡ്. അവിടെയാണ് മാസ്റ്റർ സർവശക്തിവാൻ. ഐ ഹാവ് കംപ്ലീറ്റ് പവർ ഓവർ മൈ മൈൻഡ്. എൻ്റെ മനസ്സിൽ ഓൺലി ശുദ്ധ ശുഭ ശ്രേഷ്ഠ സങ്കല്പ്. അതാണ് मन की शक्ति आपको वरदान के रूप में. What is that? शुभ थॉट ओके, शुद्ध थॉट ओके, ശ്രേഷ്ഠ തോട്ട് ഓക്കെ. ഇത് വിട്ടിട്ട് ഇത് 21 ദിവസം ചെയ്യ്. 22nd ഡേ മുതൽ ഇറ്റ് വിൽ നോട്ട് കം. 21 ദിവസം ഒരു മനുഷ്യനെ പറയും, നിങ്ങൾ എൻ്റെ വീട്ടിൽ അലൗഡ് അല്ല, വാതിൽ പൂട്ടി, അവരുടെ മുഖത്തിൽ തന്നെ. 21 ദിവസം വേണ്ട, രണ്ടാമത്തെ ദിവസം തന്നെ വരില്ല. ഈഗോ എസ്കോ. അതുമാതിരി ദിസ് വിൽ സ്റ്റോപ്പ് കമ്മിങ്. യു നീഡ് നോട്ട് ഡു എനിത്തിങ്. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അത് എക്സസൈസ്, ഡിറ്റാച്ച്മെൻറ്റ്. ഒന്ന് ശരീരത്തിൽ നിന്ന് ഡിറ്റാച്ച് ആവുക. ടീക്കെ, എനിക്ക് ഇന്നലെ നമ്മൾ ചെയ്തു, കൈ എവിടെ, കാലെവിടെ, തണുപ്പ്, ചൂട്, ഫോർ സം ടൈം. അതും കൂടി പ്രാക്ടീസ് ചെയ്യണം. വെരി. അതിനെക്കാട്ടും സൂക്ഷ്മം. ഭലേ പാവ് ഹിൽ റാ, ठंडी लग रही है, गर्मी है, बोल भी दिया, പക്ഷെ മനസ്സ് എൻ്റെ പെർമിഷൻ ഇല്ലാത്ത ഓ മൈ മൈൻഡ്. അതിന് നമ്മളൊരു എക്സസൈസ് വേണമെങ്കിൽ ഇപ്പോൾ 2 മിനിറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് കോൾഡ് ആസ് എ വാച്ച്മാൻ എക്സസൈസ്. ബോംബെയിലെല്ലാം വലിയ കെട്ടിടങ്ങളുണ്ട്, സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ 5-10 ബിൽഡിങ്, ഒരു ബിൽഡിങ് 20 ഫ്ലാറ്റ്, എല്ലാം കൂടിയിട്ട് ഒരു 5000 ആൾക്കാർ ഒരു കമ്പൗണ്ടിലുണ്ട്. 5000 പീപ്പിൾ. അതിലൊരു വാച്ച്മാൻ ഉണ്ട്, ഗേറ്റ് കീപ്പർ. ഗിരീഷ് ഭായ് അവിടെ കുറേ കൊല്ലമായിട്ട് താമസിക്കുന്നുണ്ട്. വാച്ച്മാൻ എന്താ ചെയ്യുക, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഇരുന്ന് നോക്കും. ഈ ബിൽഡിങ്ങിൻ്റെ ആളുണ്ടെങ്കിൽ വാച്ച്മാൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും, ചിരിക്കും, ഓക്കെ. നിങ്ങളെ ചോദിക്കൂല, സ്റ്റോപ്പ് ചെയ്യൂല, എന്തിനാ പോണ്ടേ, എവിടെയാ പോ, അതൊന്നും ചോദിക്കില്ല. ബിക്കോസ് ഹി നോസ് യു. സ്ട്രേഞ്ചർ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ്, നമ്പർ, അഡ്രസ്സ്, എവിടെ, ആര് കാണണം, അതെല്ലാം ചോദിക്കും. യെസ്. അതുമാതിരി മെഡിറ്റേഷനിൽ ഞാൻ ആത്മാവ് വാച്ച്മാൻ, ഞാൻ എൻ്റെ മനസ്സിനെ വാച്ച് ചെയ്യുന്നു. ഓക്കെ. എനി തോട്ട് കംസ്, ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്, ഡോണ്ട് എൻഗേജ്, ഡോണ്ട് ക്വസ്റ്റ്യൻ. ഇപ്പോഴെന്നാന്ന് ഇത് ഗലത്ത, നിങ്ങൾ തിരിച്ച്, ഞാൻ ആരാന്ന്, വാച്ച്മാൻ, ആത്മാ വാച്ച്മാൻ. അത് വന്നിട്ടുണ്ടെങ്കിൽ പോയിക്കോട്ടെ. പക്ഷെ നമ്മളെന്താ ചെയ്യുന്ന പറയട്ടെ. ഇന്നലെ സ്വാമി ഭായ് പറഞ്ഞ മാതിരി, ഞാൻ യോഗം ചെയ്യുന്നുണ്ട്, ശാന്തി, പക്ഷേ എൻ്റെ മനസ്സ്, ബുദ്ധി എവിടെ പോയി, പാത്രത്തിൻ്റെ ഒച്ച. അവിടെ പോയിട്ട് ആ സമയം ഞാൻ അത് വാച്ച്മാനായിട്ട് ഡിറ്റാച്ചായിട്ട് നോക്കാൻ പറ്റുന്നില്ല. എന്തിനാന്ന് ഇവിടെ താഴെ ഉണ്ടാക്കി, അതിന് പിന്നാലെ പോകുന്നു. ക്യോ ബനായ, അരെ ബനായ, ദീദീനെ ബനായ, ക്യാ സോച്ച് കെ ബനായ, ഉസ് സമയ കാ ക്യാ താ, വയ മൈ ക്വസ്റ്റ്യനിങ്. ഞാൻ എൻ്റെ യോഗത്തിൻ്റെ സമയം എന്തിനാന്ന് വേസ്റ്റ് ആക്കുന്നത് ഇപ്പം. കം ബാക്ക്. ഞാൻ ആ സങ്കല്പത്തിൻ്റെ പിന്നാലെ 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 അതെവിടേക്കോ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. സോ ക്യാൻ ഐ ഡിറ്റാച്ച് മൈസെൽഫ്? അവിടെയാണ് ഡിറ്റാച്ച്മെൻറ്റ് എക്സസൈസ്. ലാസ്റ്റ് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഇനി പോയിക്കോട്ടെ. ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. കണ്ണൂരിൽ ഫീസ് എത്രയാണ്? ജനറൽ പ്രാക്ടീഷണർ ഫീസ് 300 to 500. അത് കൊടുക്കണമല്ലോ. ശിവ് ബാബ എന്ത് ഫീസ്? ഒരു ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രം, ജസ്റ്റ് ഫോർ എൻ അണ്ടർസ്റ്റാൻഡ്. നമ്മളൊരു ഫാമിലിയാണ്, നമ്മൾ ഓപ്പൺ ആയിട്ട് ഡിസ്കഷൻ ചെയ്യാം. മൈസൂരിൽ 4 രാത്രി 3 ദിവസം ഇത്ര വലിയ റിസോർട്ടിൻ്റെ കോസ്റ്റ് എത്രയായിരിക്കും ഒരാൾക്ക്? ഓൺലി സ്റ്റേ, ഭക്ഷണം വിട്ടോ? ഐ ഡോണ്ട് നോ. ഞാനൊരു 25 കൊല്ലമായിട്ട് 25 years ഞാൻ എന്ത് റിസോർട്ടിൽ, എൻ്റെ റിസോർട്ട് ഏറ്റവും നല്ല പവിത്രമായ ഒരു റിസോർട്ടുണ്ട്. അത് ചെറിയ ചെറിയ ലൊക്കേഷനിലും ഉണ്ട്. ശുദ്ധ ഭോജൻ. എന്താ കൊടുക്കുന്നത് നമ്മൾ?
ഇവിടെ ഞാൻ വരുമ്പം ഒരു എമൗണ്ട് അതിൻ്റെ ഭക്ഷണത്തിൻ്റെയോ ബാക്കി അതും കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടി മുതലാവില്ല. ഇറ്റ് ഈസ് നോട്ട് ഈക്വലൻ ടു ദ എമൗണ്ട് ഐ ഹാവ് ഗിവൺ പെർ പേഴ്സൺ. പക്ഷെ നമ്മൾ കാണണം ഈ യജ്ഞം എങ്ങനെയാണ് നടക്കുന്നത്. ആ യജ്ഞം നടക്കാൻ ശിവ് ബാബൻ്റെ യജ്ഞത്തിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ്റെ ഭാഗ്യം. പ്രകാശ് മണി ദാദിയോട് പറഞ്ഞില്ലേ, കുറേ പുതിയ പുതിയ കുട്ടികൾ വരുന്നുണ്ട്, അവരുടെയും ഭാഗ്യം. സോ നമ്മൾ ഈ നമ്മളുടെ സ്പിരിച്വൽ ലൈഫിൽ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ഓക്കെ, പക്ഷേ കുറേ അധികം ധനത്തിൻ്റെ മേലെ വി നീഡ് ടു ബി ലിറ്റിൽ ഫ്രീ ആസ് ഫാർ ആസ് ഞാൻ എൻ്റെ സ്പിരിച്വൽ ജേർണിയിൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ഹാവ് എ ഓപ്പൺ ഹാർട്ട്. അത്ര എന്താ പറയുക, സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല ഈ അനുഭവം. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ലക്ഷ്മി ദീദി പറഞ്ഞ മാതിരി മധുബൻ പോകാൻ കുറച്ച് നമ്മൾ പേര് കൊടുത്തിട്ടില്ല, വാപ്പസ് റീതിങ്ക് ചെയ്യും. ഇപ്പം നമുക്ക് സ്കോപ്പ് ഉണ്ടാവും. ലാസ്റ്റ് സമയത്തിൽ ഈ പൈസയും കാര്യവും സമ്പാദ്യവും പ്രോപ്പർട്ടിയും ഒന്നും എങ്ങനെ പോകും അതുപോലും അറിയത്തില്ല. അത് കറക്റ്റാണ്. ഇപ്പം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എനിക്ക് നാട്ടിൻ്റെ കാര്യം അറിയില്ല, പക്ഷെ മാക്സിമം സെൻറ്റേഴ്സിൽ കുറേ സംബന്ധ സമ്പർക്ക് വലിയ ആത്മ, അവർ ജ്ഞാൻ യോഗമൊന്നും ഫോളോ ചെയ്യുന്നില്ല. അവർ സെൻറ്ററിൻ്റെ സിസ്റ്ററോട് പറയുന്നുണ്ട്, സിസ്റ്റർ ഞാൻ ഈ കൊറോണ വന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ധനവും പ്രോപ്പർട്ടി സമ്പത്ത് ഇതിൻ്റെ ഒന്നും പവർ അത്ര ഇല്ല. ഞാൻ സെൻറ്ററിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? ഫ്രീ ആയിട്ട് എന്താ പറയുക, അരി ഒരു ഉത്തർപ്രദേശിൻ്റെ ഒരു സെൻറ്ററിൽ ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്റർ സബ് ടീക്ക് ഹൈ. അവർ പറഞ്ഞു കൊറോണ ഇല്ലാത്ത സമയത്തിനെ കാട്ടി നല്ലതാണ് നമുക്ക് ഫ്രീ ആയിട്ട് പച്ചക്കറി. ബാബുവിൻ്റെ കുട്ടികൾ കണക്ഷനിൽ വന്ന അവർക്ക് ഒരു തോന്നൽ വന്നു, എനിക്ക് ഈശ്വര്യ കാര്യത്തിൽ എന്ത് ചെയ്യണം, സഫൽ ചെയ്യണം. എന്താ നാളെ എനിക്ക് കൊറോണ വന്ന് പോയി കഴിഞ്ഞാൽ അറിയില്ലല്ലോ, ഫാസ്റ്റ് അറിയില്ല. അതുമാതിരി നമ്മളുടെ ബാബൻ്റെ കുട്ടികളുടെ എഫേർട്ടായിരിക്കണം എനിക്ക് വേണ്ടിയിട്ട്, ഫോർ മൈ അപ്ലിഫ്റ്റ്മെൻറ്റ്, ടു എക്സ്പീരിയൻസ് ഇത്. ശിവ് ബാബക്കൊന്നും വേണ്ട, ബ്രഹ്മകുമാരീസിനും ഒന്നും വേണ്ട. ഒരു ലാസ്റ്റ് എക്സ്പീരിയൻസ് പറയാം, പിന്നെ ഫിനിഷാക്കാം. ചെന്നൈ ഒരു ബ്രദർ നമുക്ക് ഈ സ്റ്റോറി പറഞ്ഞതാണ്. സൗത്ത് ഇന്ത്യയിൽ ഒരു മുരളി ക്ലാസ്സിൽ ഒരു മാതാജി 7 തൊട്ട് 8 മണി വരെയാണ് മുരളി. 8 മണി തീരാൻ പോകുമ്പോഴാണ് മാതാജി വരിക. എല്ലാവരും കാണുന്നുണ്ട് ഈ മാതാജി വരുന്നത് ഏറ്റവും ലേറ്റാണ്. പിന്നെ മുരളി കഴിഞ്ഞ പാട് ബാക്കി എല്ലാവരും പോകുന്ന മുമ്പ് ഈ മാതാജി പോകും, വളരെ ഫാസ്റ്റ്, ആസ് ഇഫ് ഷി ഹാസ് ടു ജോയിൻ ഇൻ ഓഫീസ്. പക്ഷെ പോകുന്ന സമയത്ത് ആ മുരളി ക്ലാസ്സിൽ ഒരു ഭണ്ഡാരമുണ്ട്, ബോക്സ്. അതിൽ ഈ മാതാജി 1 രൂപ ടൺ എല്ലാവർക്കും കോക്കും. ഈ മാതാജി പൈസ ഇട്ടു. അപ്പം എല്ലാ ദിവസം നിത്യ മാതാജീൻ്റെ ഹാബിറ്റാണ്. അപ്പോൾ കുറച്ച് ബ്രദേഴ്സ് എല്ലാം കൂടിയിട്ട് അവിടുത്തെ സീനിയർ ബ്രദറോട് പറഞ്ഞു, ഇത് അറിയില്ല ഈ മാതാജി എന്തിനാ ചെയ്യുന്നത്, പക്ഷെ നമുക്ക് തോന്നുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഇടുന്നുണ്ട്, അത് നമുക്ക് ഇഷ്ടാവുന്നില്ല, നിങ്ങൾ അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പറഞ്ഞു ടീക്കേ. അപ്പോൾ ആ ബ്രദർ ആ മാതാജിയോട് ഒന്ന് വിളിച്ച് പറഞ്ഞു, നമ്പർ 1 ഏക് തോ ആപ് ദേർ സെ ആത്തെ ഹോ, ലേറ്റാണ് വരുന്നത്, പിന്നെ ഏറ്റവും മുമ്പിലാണ് പോകുന്നത്, ടീക്കേ. പിന്നെ അതിൻ്റെ മേലെ നിങ്ങൾ 1 രൂപേൻ്റെ കോയിൻ ഇടുമ്പം ബ്രദർ സിസ്റ്ററിലും ഡിസ്റ്റർബ് ആവുന്നുണ്ട്. അപ്പോൾ മാതാജി പറഞ്ഞു എന്താ ചെയ്യണ്ടേ? അപ്പോൾ ആ ബ്രദർ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം. ആ ബ്രദർ വളരെ സീനിയർ ബ്രദറാണ്. പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, 10-ാം തീയതി 20-ാം തീയതി 30-ാം തീയതി 10 രൂപേൻ്റെ നോട്ടിട്ടോ. ഈ എല്ലാ ദിവസവും ഓരോരോ രൂപ ഇടുന്നോ, 10 രൂപ ഇടുന്നോ, അത്ര തന്നെയല്ലേ, കണക്ക് സെയിം തന്നെയല്ലേ? ഓക്കെ. അപ്പം ആ മാതാജി ഒരു കാര്യം പറഞ്ഞു. ആ മാതാജി പറഞ്ഞു, ബ്രദർ ഞാനില്ലേ ഈ പുറത്ത് റോഡ് സൈഡിൽ ഠേലയിലാണ് ഇഡ്ഡലി ചമ്മന്തി എല്ലാം ഉണ്ടാക്കി വിറ്റിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഫാമിലിയിൽ ആരുമില്ല. ഠേല ഒരു കാർട്ട് അല്ല സിസ്റ്റർ, ഓ ഠേല होता ഉന്ത് വണ്ടിയിലാണ് ഇഡ്ഡലി ഇത് സാമ്പാറെല്ലാം ഉണ്ടാക്കിയിട്ട് 8 മണി ആൾക്കാർ ഓഫീസിൽ പോകും. അത് എനിക്ക് അവിടെ എത്തണം. പക്ഷേ ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് സമയമാണ്, അതുകൊണ്ടാണ് ഞാൻ വരുന്നത് ലേറ്റ്. പക്ഷെ പോകുന്നത് എനിക്ക് കൃത്യസമയത്തിന് പോകണം.
പറഞ്ഞു ഓക്കെ വോ തോ കോയി ബാത് നെയ് ഹൈ, ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ ഈ 1 രൂപ അല്ല ദിവസം അത് 10 രൂപ ആക്കണം. അപ്പാ മാതാജി പറഞ്ഞു, ബ്രദർ 2-ാം തീയതി ഈ ആത്മാ ഈ ശരീരം വിട്ടുപോയാല്, സേ ഫോർ എക്സാമ്പിൾ 9-ാം തീയതി ആത്മാ ശരീരം വിട്ടു, എൻ്റെ ആത്മാ ശരീരം വിട്ടു, ഈ 9 രൂപ ആരാ ഇടുക? നിങ്ങളല്ല പറഞ്ഞ 10-ാം തീയതി 10 രൂപ ഇട്ടാൽ മതി. അപ്പം ഞാൻ 9 ദിവസം ഒന്നും ഇടുന്നില്ലല്ലോ. 9 ദിവസം ഞാൻ ഫ്രീ ആയിട്ട് ഈ ഇലക്ട്രിസിറ്റീൻ്റെ ഫാന് ഗിരീഷ് ഭായിക്ക് ചൂടെടുക്കുമ്പോൾ ഞാൻ ബ്രദറോട് പറഞ്ഞു, ബ്രദർ യാ പേ ഫാൻ റക്കോ. പിന്നെ ചൂട് വെള്ളം, പിന്നെ എന്താ പറയുക, ഇന്ന് അളനീര് വെള്ളം കുടിക്കായിരുന്നല്ലോ. അളനീര് വെള്ളത്തിൻ്റെ എന്താ ആവശ്യം? ഇത് ഞാൻ 9 ദിവസം പിന്നെ റെൻറ്റും കാര്യം എന്താ, ഇതിൻ്റെ റിട്ടേൺ ഫ്രീയിൽ പോസ്റ്റല്ല വരുന്നത്. ബ്രഹ്മകുമാരീസ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് പോസ്റ്റേജിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ആ ചെയറിൽ ഞാൻ ഇരിക്കുന്ന അതിൻ്റെ ഒരു കോസ്റ്റ് ഇല്ലേ, ഇതെല്ലാം എൻ്റെ മേൽ കടമയാണ്. ഇതിൻ്റെ അക്കൗണ്ട് ഞാൻ 9 ദിവസം ഇതെല്ലാം യൂസ് ചെയ്തു, ഇതിൻ്റെ റിട്ടേൺ പോലും കൊടുക്കാതെ ആത്മാ വിട്ടാലേ നിങ്ങൾ 10 രൂപ. അപ്പം ആ ബ്രദർ കൈ ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു, മാതാജി നിങ്ങൾ എന്താണ് ചെയ്യുന്ന അത് മാത്രം ചെയ്താൽ മതി. ആ ഭാവന നോക്ക്, ഉനക്കെ പാസ് അത്രയേ ഉള്ളൂ കൊടുക്കാൻ. പക്ഷെ ആ ബാബൻ്റെ സെൻറ്റർ, സ്ഥാനം, സോഫ സെറ്റ്, ഇലക്ട്രിസിറ്റി, ഭോഗ് ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ട് ബാബ ചെലവാക്കുന്നുണ്ട്. അതിൻ്റെ റിട്ടേൺ, അതിൻ്റെ ബോജ് അതിൻ്റെ ഭാരം അക്കൗണ്ട് സെറ്റിൽ. അത്ര സൂക്ഷ്മമായിട്ട് ചെക്കിങ്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ബാബ എന്തൊക്കെ തരുന്നു അത് കംപ്ലീറ്റ് ആക്കിയിട്ട് അതിൻ്റെ മേലെ വിശ്വ കല്യാൺ കേലി എൻ്റെ കോൺട്രിബ്യൂഷൻ. ശിവബാബക്കൊന്നും വേണ്ട, ബ്രഹ്മകുമാരീസിനൊന്നും വേണ്ട, മേരാ അപ്പോഴാണ് ജമാ ഖാത്ത ക്രെഡിറ്റ് ബാലൻസ്, ഇല്ലെങ്കിൽ ഡെബിറ്റാണ്. അത് സ്ഥൂലമായ. പിന്നെ ഈ സുഖശാന്തിൻ്റെയും ക്രെഡിറ്റും ഡെബിറ്റും ഉണ്ട്, അത് സൂക്ഷ്മമായി. സോ നമ്പർ 1 മുരളി, सुबह का विधि प्रमाण मुरली वेക്കണം. नंबर 2 पवित्रता, शुद्ध अन्न, दिव्य गुणों की धारणा, सत्संग. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ലോകത്തിൽ ബ്രഹ്മകുമാരീസ് വിട്ടിട്ട് മേ ബി 1 or 2 ജൈൻ ധർമ്മ ഇതെല്ലാം കൂട്ടിയിട്ട് ഇത്ര എന്താ ഫോക്കസ്ഡ് ആയിട്ട് ഇത് ബാർ ആത്മേൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ആരും പറയുന്നില്ല. ഒരു ഗുരുവും ഇല്ല. അവരെല്ലാം കൺവീനിയൻറ്റ് ഗുരൂസാണ്. ആൾക്കാർ, പരിസ്ഥിതി, പ്രസൻറ്റ് ടൈംസിൻ്റെ അക്കോർഡിംഗ്ലി അവരുടെ ധാരണയെല്ലാം അവർ ചേഞ്ച് ചെയ്യും. എന്തോ ചെയ്തോ, പക്ഷെ എല്ലാ ദിവസം അവിടെ വന്നിട്ട് ഗുരുവിൻ്റെ കയ്യിൽ വന്നിട്ട് ദക്ഷിണ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രസാദം തരും, ഫിനിഷ്, നിങ്ങളൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്യാം. അങ്ങനെയാണ് സ്ഥിതി. ശരിയായ ഗുരു ശിവബാബ. ആ ശിവബാബ പറയുന്ന ഇത് എത്ര ऊंच पद पाना है तो फिर स्टडी भी तो डिफिकल्ट होगा ना, इतना आसान तो नहीं होगा. ആസാൻ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ദേവി ദേവത 33 കോടി, അതിലും ശ്രീകൃഷ്ണൻ നമ്പർ 1, ലക്ഷ്മി നമ്പർ 2, അയ്യപ്പൻ കേരളയിൽ നമ്പർ ഒന്നല്ലേ ഉള്ളൂ. എല്ലാവരും അയ്യപ്പനാവാൻ പറ്റൂലല്ലോ. ഇവിടെ തന്നെ ഉണ്ടാവും ഒരു അയ്യപ്പൻ്റെ ആത്മ. അത്ര പുരുഷാർത്ഥം ചെയ്തിട്ട്, അത്ര ബ്രഹ്മചര്യത്തിൻ്റെ കടക്ക് പാലന, അതന്നെ പവിത്രനല്ലേ, പേടിയില്ല, ചെറുപ്പകാലത്തിൽ തന്നെ. അങ്ങനെയല്ല നമ്മളും ബഹാദുറായിട്ട് ഈ ധാരണ ഫോളോ ചെയ്യണം. 3-മത്തേത് എക്സർസൈസ്, യോഗം, വിധി പ്രമാണം. അതും നല്ലപോലെ ഡൗട്ട്, സിസ്റ്റർ, ബ്രദേഴ്സ് ആ സബ് സഹयोग देंगे. അശരീരി സ്ഥിതി എങ്ങനെയാണ് അത് ചെയ്യുക. കേട്ടാൽ മാത്രമല്ല, പ്രാക്ടീസ്. എനിക്ക് പറ്റുന്നില്ല, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എത്ര ഡൗട്ട് ചോദിക്കുന്ന, അതിൻ്റെ അർത്ഥം നിങ്ങൾ അത്ര പഠിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, അതിൻ്റെ അർത്ഥം നിങ്ങൾ ഹോംവർക്ക് പ്രിപ്പയർ ചെയ്തിട്ടേ വന്നിട്ടില്ല. ഐ ഡോണ്ട് നോ. അത്ര ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ശിവബാബ ഫീസ് എടുക്കുന്നില്ല, തിരിച്ച് പദം ഗുണ. 1ന്റെ പദം ഗുണ. പദമിൽ എത്ര 0 ഉണ്ട്? അതൊക്കെ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആണ്. ഗൂഗിൾ സെർച്ചിൽ നിങ്ങൾ ചെയ്യണം, 1 പദം = 1 കഴിഞ്ഞാൽ എത്ര 0 ഉണ്ട്. ചില വെബ്സൈറ്റ്സ് പറയുന്നത് 23, ചില വെബ്സൈറ്റ്സ് പറയുന്നത് 16,
1 രൂപ സച്ചേ ദിൽ സെ ബാപ് കെ വിശ്വ കല്യാൺ കെ നിമിത്തം, എൻ്റെ പേഴ്സണൽ പവിത്രധനം, അതും പവിത്രധനമാണ് ഇന്നും സിസ്റ്റർ പറഞ്ഞിട്ട്, അതെല്ലാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഭട്ടി അറ്റൻഡ് ചെയ്യണം. ഒന്ന് എനിക്ക് റീചാർജ് ആവും, രണ്ടാമത്തെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും, മൂന്നാമത്തെ ഞാൻ ഇവിടുത്തെ ദിനചര്യ കണ്ട് മനസ്സിലാക്കിയിട്ട് വീട്ടിൽ പോയിട്ട് അത് കുറച്ച് ഫോളോ ചെയ്യും. കുറച്ച് ദിവസം ഫോളോ ചെയ്ത് അതിൽ കുറച്ച് എന്താ പറയുക ലൂസാവും. പിന്നെ ഒരു വട്ടി നമ്മൾ സിസ്റ്ററോട് ചോദിക്കണം, സിസ്റ്റർ നെക്സ്റ്റ് വട്ടി വേഗം, എന്താ വെച്ചാൽ എൻ്റെ ആ എഫേർട്ട് ഞാൻ കുറച്ച് ലൂസാവുന്നുണ്ട് എൻ്റെ പുരുഷാർത്ഥത്തിൽ. സോ വെൻ ഇസ് ദ നെക്സ്റ്റ് വട്ടി? കലക്റ്റീവായിട്ട് ബട്ടി ചെയ്യുക, സ്മോൾ ബട്ടി ചെയ്യുക, 2 പേര് ബട്ടി ചെയ്യുക, മധുബൻ ബട്ടി, ഇവിടെ ബട്ടി. നമ്മളുടെ ഇൻട്രസ്റ്റ്, ആഗ്രഹം, ഐ വോണ്ട് ടു ഡു ഇറ്റ്, സ്വയം പുരുഷാർത്ഥം, കലക്റ്റീവ് പുരുഷാർത്ഥം. ഇതെല്ലാം ആരാ ചെയ്യാൻ പറ്റുക? ഓൺലി ബാബൻ്റെ കുട്ടി. നമ്മളേ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി ആരും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബാബ സൂക്ഷ്മമായിട്ട് സ്ഥൂലമായിട്ട് നമ്മളുടെ നിമിത്ത് കുറക്കബി സ്ട്രിക്റ്റായിട്ട് സ്നേഹത്തോടെ നമുക്ക് ഈ സബ് ക്യോं बोलते हैं? നമ്മളുടെ നന്മക്ക് വേണ്ടിയിട്ട്. സോ അത് പോസിറ്റീവായിട്ട് എടുക്കണം. ഇവിടുത്തെ എല്ലാ കാര്യവും നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്, അതെല്ലാത്തിനും പോസിറ്റീവായിട്ട് നോക്കണം. അവിടെ എന്താ പോസിറ്റീവ് അതെനിക്ക് ഫോളോ ചെയ്താൽ എൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? മനുഷ്യ ജീവിതത്തിൻ്റെ സദാ സുഖ്. ഇത് വിടാൻ പാടില്ല, സദാ ശാന്തി. ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് അതെല്ലാം ഞാൻ ഫോളോ ചെയ്യാം. ബാക്കിയെല്ലാം കോംപ്ലിക്കേഷനിൽ അതെല്ലാം ഞാൻ വിടാം. ഇതിന് വേണ്ടിയിട്ട് ഏത് കാര്യമാണ് ഇതിൻ്റെ ഇസ്കി തറഫ് മുझे खींच रहा है, डू इट. इससे दूर लेके जा रहा है, डोंट डू इट. അതിൻ്റെ ഈസി മെത്തേഡാണ് ശിവ് ബാബ എന്താ പറയുന്നത്, ഫോളോ ചെയ്യാം. ഓക്കെ, 1 മിനിറ്റ് വാച്ച്മെൻ്റെ എക്സസൈസ് ചെയ്യാം. യാ, വൈറ്റ് ലൈറ്റ്. ഓക്കെ, അഗെയിൻ തനത്തിൻ്റെ ഏകാഗ്രത. ഞാൻ കോമെൻട്രി ചെയ്യാം. ഇറ്റ് വാസ് ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ്. നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത്. വാച്ച്മാൻ ആവണം. വാച്ച്മാനിൻ്റെ പ്രൈമറി റോളാണ് വാച്ച് ചെയ്യുക, നോക്കി കാഴ്ച, ജസ്റ്റ് ഒബ്സർവ്. ഇൻ്റർഫിയർ ചെയ്യണ്ട, ക്വസ്റ്റ്യൻ ചോദിക്കണ്ട, ഒന്നും ക്യൂ ക്യാ അതിൻ്റെ പിന്നാലെ പോണ്ട. ജസ്റ്റ് ഡിറ്റാച്ച് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ആരെയാ നോക്കണ്ടേ? अपने मन के संकल्पों को आत्मा की सीट पे सेट करके देखना, ये वॉचमैन का काम. हल्के होकर के बैठे, रिलैक्स्ड, ശരീരവും റിലാക്സ്ഡ്, മനസ്സും റിലാക്സ്ഡ്. പക്ഷേ മനസ്സും ബുദ്ധി കുറച്ച് അലേർട്ട്. ഞാൻ ഒരു വാച്ച്മാനാണ്, ആത്മാരൂപി വാച്ച്മാൻ. ആത്മാവിനെ കാണണം, ഫീൽ ചെയ്യണം. ടേക്ക് യുവർ ടൈം. അടുത്ത സങ്കല്പത്തിൽ ജമ്പ് ചെയ്യണ്ട, ഇവിടെ തന്നെ സ്റ്റേ. एक रस, मन की एक संकल्प में स्थित जितना समय ഞാൻ ആത്മാ മാലിക് ആഗ്രഹിക്കുന്നു. ജസ്റ്റ് സീ ദ സോൾ, ഫീൽ ഇറ്റ്, എക്സ്പീരിയൻസ് ദ ലൈറ്റ്നെസ് ഓഫ് ദ സോൾ. വളരെ ലൈറ്റാണ്, ഹൽക്കയാണ്, ഭാരരഹിതമാണ്. പാസ്റ്റ് ഫ്യൂച്ചറിൻ്റെ സങ്കല്പത്തിൻ്റെ ഒരു ഭാരമില്ല, തോട്ട്സേ ഇല്ല. ഞാൻ ആത്മാ മാത്രം, ഷൈനിങ് സ്റ്റാർ. ഞാൻ ഒരു വാച്ച്മാനാണ്. അടുത്ത കുറച്ച് നിമിഷത്തേക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് സീ യുവർ തോട്ട്സ്. ഏതെങ്കിലും സങ്കല്പം വരുന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ, അത് പോയിക്കോട്ട്.
നിങ്ങൾ തിരിച്ച് ആത്മാവിനെ സ്ഥിതിയിൽ വരണം. ഞാൻ ആത്മാവ്, ഷൈനിങ് സ്റ്റാർ. ഞാൻ റിലാക്സ്ഡ് വാച്ച്മാനാണ്. ഒരു ജോലിയില്ല, ഒന്നും ചെയ്യണ്ട. ആത്മാ വളരെ ശാന്തിയായിട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ചെയ്യാൻ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. ആരാണ് വരുന്നത്, ഏതെങ്കിലും സങ്കല്പം വരുന്നുണ്ടെങ്കിൽ, ഫ്യൂച്ചറിൻ്റെ, പാസ്റ്റിൻ്റെ, വീട്ടുകാർ വന്നു, കുഴപ്പമില്ല, അതിന് പോയിക്കോട്ടെ. അത് സ്റ്റോപ്പ് ചെയ്യല്ല, ചോദിക്കല്ല, അതിൻ്റെ പിന്നാലെ പോകല. തിരിച്ച് ഞാൻ ആര്, വെരി റിലാക്സ്ഡ് വാച്ച്മാൻ. ആത്മാവിനെ കാണണം. ആത്മാവിൻ്റെ ഒറിജിനൽ സ്വരൂപം വളരെ കോൺഷ്യസ്ലി ആയിട്ട് ഫീൽ ചെയ്യുക. ആ സ്ഥിതിയിൽ ഒബ്സർവ് ചെയ്യാം സങ്കല്പത്തിന്. വെരി അറ്റൻറ്റീവ്, വളരെ ബോധത്തോടെ. ഒരു സങ്കല്പത്തിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല. ഓൺലി വൺ തോട്ട്, ഞാൻ സൂക്ഷ്മമായ ജ്യോതി സ്വരൂപാത്മാ. Detached observer. Sukshma checking. Any thought, let it go. Come back. Jnanatmav, watchman. വാച്ച്മാൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? സോൾ ഏത് സ്ഥിതിയിലാണ്? ഫീൽ ഇറ്റ്. വെരി റിലാക്സ്ഡ്. ഡെഡ് സൈലൻസ്. but very alert. ആത്മാരൂപി വാച്ച്മാൻ ഉറങ്ങാൻ പറ്റത്തില്ല. ആരെങ്കിലും കയറും. ജസ്റ്റ് കീപ് വാച്ചിങ്. നോക്കിക്കൊണ്ടിരിക്കണം. മനസ്സിനെ നോക്കണം. ഞാൻ ആത്മാവ്. Deep silence. If any thought, വിചാരം വന്നിട്ടുണ്ടെങ്കിൽ come back, let it go. ഞാൻ ആത്മാവ്. Experience the state of being. Relax. ഓം ശാന്തി. കം ബാക്ക്. കം ബാക്ക്. ഈ ശരീരത്തിൻ്റെ അവയർനെസ്സിൽ വന്നു. ഇത്
ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം. ബിലീവ് മീ, നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ വളരെയധികം കൂടും. ഡിറ്റാച്ച് ആവാൻ, സൂക്ഷ്മഭാവത്തിൽ ഡിറ്റാച്ച് ആവാൻ. സ്ഥൂല ഇനിയും ഈസിയാവും. ആൾക്കാരായാലും ശരി, ദേഹത്തിൻ്റെ അത് വളരെ ഈസിയാവും. വൈ? സൂക്ഷ്മ. ഐ എം ഏബിൾ ടു ക്രിയേറ്റ് എ സ്പേസ്. ഓക്കെ, ശരിക്കും അനുഭവം സങ്കല്പന നോക്കിന. വെരി യു ഏബിൾ ടു സെപ്പറേറ്റ് ദ തോട്ട്സ് ആൻഡ് ദ സോൾ? മലയാളത്തിൽ എന്താ പറയുക? മനസ്സിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? സങ്കല്പം വരുമ്പോൾ അതിന് പിന്നാലെ പോയിട്ടില്ല. ഇനി സങ്കല്പം വരും, ഇറ്റ്സ് ഓക്കെ. സേവ ഉണ്ടല്ലോ, ഇപ്പം നാളത്തെ എന്തെങ്കിലും സേവ ഉണ്ടെങ്കിൽ സഡൻലി വന്നു, ഇറ്റ് വിൽ കം. പക്ഷേ അതിൽ നിന്ന് ഡിറ്റാച്ച് ആവാനുള്ള കഴിവ് മാലിക്. അവിടെയാണ് സർവശക്തിവാൻ, മാസ്റ്റർ സർവശക്തിവാൻ. അവിടെയാണ് അനുഭവം ചെയ്യേണ്ടത്. ഓക്കെ. ഓം ശാന്തി ശാന്തി ശാന്തി. താങ്ക് യു.